ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ റോഷ് ഹശനയുടെ 3-ാം ദിവസമാണ്. ഇന്ന് ശബാത്താണ്. അപ്പോൾ ശബാത്ത് ദിവസം ഇന്ന് വൈകിട്ട് തുടങ്ങി നാളെ വൈകിട്ട് കൂടിയുണ്ട്. അങ്ങനെ 2 ദിവസം നമ്മൾ കടന്നു. ഇനി 3-ാം ദിവസത്തിലേക്കും ശബാത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ശബാത്താണ്, ഫുൾ ശബാത്താണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വിലാമതലിൻ്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ കൊണ്ടുപോയി ക്യാമറ എടുത്തു വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അലൗഡ് അല്ല ക്യാമറയൊന്നും. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെ. അപ്പോൾ മനോഹരമായ സന്തോഷകരമായ ഒരു ശബാത്ത് ദൈവം നമുക്ക് തരട്ടെ. സന്തോഷത്തോടു കൂടി ഈ ശബാത്ത് ദിവസം നമുക്ക് ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവരും ശബത്ത് ആചരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ശബത്ത് ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. യഹൂദന്മാർ എല്ലാവരും തന്നെ ഒന്നിച്ച് നിങ്ങൾക്ക് കാണാം വിലാമതലിൻ്റെ അടുക്കലേക്ക്. കണ്ടോ, യഹൂദന്മാരെല്ലാം ഒരുമിച്ച് ആ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ശബാത്തിനെ മാനിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മൊബൈലുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്കിങ്ങനെ ക്യാമറയൊക്കെ പൊക്കി ശബാത്ത് ദിവസം കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നിട്ടെങ്കിലും നിങ്ങൾക്ക് സൈഡ് ആയിട്ടെങ്കിലും ഇങ്ങനെ കാണിച്ചു തരാമെന്ന് ചിന്തിച്ചത് തന്നെ. അല്ലാതെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നോക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അവർ നൃത്തം ചവിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം, ഡാൻസ് കളിക്കുന്നതൊക്കെ. ഓക്കെ, ഞാൻ ഇതിലേക്ക് കൂടി ഒന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോട്ടെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പണ്ട് കോട്ടകൾ കെട്ടി എന്താ പറയുന്നത്, രാജാക്കന്മാർ അരമന കാത്ത് സൂക്ഷിക്കുന്ന സമയത്തുള്ള ഒരു കോട്ടയും അതിൻ്റെ പ്രതീതിയും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? യെരുശലേം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കണ്ടാൽ ഓൾഡ് സിറ്റിയാണ്. അപ്പോൾ കോട്ടകൾ കെട്ടി കാവല് കാക്കുന്ന കൊത്തളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് യെരുശലേമിൻ്റെ പ്രദേശങ്ങളിലെല്ലാം കാണാൻ പറ്റും. വളരെ രസകരമാണ്. കണ്ടോ, കോട്ടകൾ കോട്ടകൾ പോലെ നിങ്ങൾക്ക് കണ്ടോ. ഇതാണ് യെരുശലേമിൻ്റെ മഹാനഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. തോദാ 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 ഇതുണ്ടോ, ശബാത്ത് ഷലോം. എല്ലാവർക്കും ശബാത്ത് ദിവസത്തിൽ ശബാത്ത് നേരുകയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സത്യത്തിൽ എനിക്ക് അടുത്ത് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ദൂരെ നിന്ന് കാണിക്കുന്നത്. എനിക്കടുത്ത് പോകാം, ഈ മൊബൈലുമായിട്ട് ഞാൻ എന്ത് പറഞ്ഞ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് അടുത്ത് പോകാൻ പറ്റത്തില്ല. അല്ലാതെ ഞാൻ ഇത് കട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ പോകും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് എത്ര ആൾക്കാരാണ് ഈ ശബാത്ത് ദിവസം. ഇന്ന് റോഷ് ഹശന ആയതുകൊണ്ടാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ പലരും ഇവിടെ വന്ന് റൂം എടുത്ത്, അതായത് റോഷ് ഹശന കൂടാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ളവർ ഈ പ്രദേശത്തൊക്കെ വന്ന് റൂം എടുത്തതിന് ശേഷം അവരിവിടെ എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്തിട്ട് ശബാത്ത് കൂടുകയാണ് പലരും. ഭയങ്കര ഈ ഒരു പ്രദേശത്ത് നമ്മൾ റൂം എടുത്ത് റെന്റിന് താമസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തുക കൊടുത്ത് വേണം റെന്റിന് റൂം എടുത്ത് വന്നിട്ട് ശബത്ത് കൂടണമെങ്കിൽ, റെന്റ് എടുക്കണമെങ്കിൽ. അത്രയ്ക്കും എക്സ്പെൻസീവായ ഒരു പ്ലേസ് ആണ് ഈ പ്ലേസ്. അപ്പോൾ ഇത്രയ്ക്കും വലിയൊരു എക്സ്പെൻസീവായ പ്ലേസിലാണ് ദൈവം എന്നെ പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ ആബയുടെ വീടുള്ളതും ഇവിടെ തന്നെയാണ്. ആബയ്ക്ക് 2 വീടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും എന്താ പറയുന്ന മനോഹരമായ
ആലയത്തോട് പറ്റി നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ അവയ്ക്ക് വീടുണ്ട്. അവ താമസിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് എനിക്കും ഇവിടെ താമസിക്കാൻ കഴിഞ്ഞത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം യഹൂദന്മാർ നൃത്തവും സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് അടുത്ത് നിന്ന് കാണിക്കേണ്ട കാഴ്ചകളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ന് ശബാത്തായിപ്പോയി. ശബാത്ത് ദിവസം ആയതുകൊണ്ട് ശബാത്തിനെ റെസ്പെക്റ്റ് ചെയ്യും, മാനിക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാനിങ്ങനെ ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇസ്രായേൽ മക്കൾ എരിവോടുകൂടി പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും അവർ എരിവോടുകൂടി ദൈവത്തെ വിളിക്കുന്നത് കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എത്രയോ സത്യം. 2000 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ച വാക്യമാണ്. പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പൗലോസിന്റെ പ്രവചനം വല്ലതും തെറ്റിയോ? പൗലോസ് പറഞ്ഞ കാര്യത്തിനകത്തൊരു വീഴ്ച വന്നോ? പൗലോസ് തെറ്റ് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ള ഒരു ജനതയെ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അതിശയകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ സത്യത്തില് എന്താ പറയുന്ന, അങ്ങനെ ഒരു എരിവുള്ള ഒരു ജനതയുടെ ആ ഒരു കൂട്ടത്തിലായിരിക്കാനും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സത്യത്തിൽ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രിയ സഹോദരങ്ങൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. ശബാത്താണ്. അതുമാത്രമല്ല റോഷശനയാണ്. റോഷശന എന്ന് പറയുമ്പോൾ തന്നെ പുതിയ വർഷമാണ്. ഈ റോഷശനയുടെ ഇമ്പോർട്ടന്റ് പലർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ റോഷശനയിലാണ് കണക്ക് പുസ്തകത്തിനകത്ത് നിങ്ങൾ ഈ ഒരു വർഷം ചെയ്തിട്ട് പോയിട്ടുള്ളതിനെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ റോഷശന ദിവസത്തിലാണ്. അതുകൊണ്ട് എന്താ പറയാ, ആ റോഷശന ദിവസത്തിൽ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ ചേർക്കപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് പ്രിയ സഹോദരങ്ങളെ. ആ ഒരു റോഷശനയുടെ ആ ദിവസം തന്നെ വിലാമതിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വലിയവനായ ദൈവം എനിക്ക് ഇടതന്നിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഇസ്രായേൽ മക്കളിൽ ഒരാളായിട്ട്, യഹൂദന്റെ അവകാശത്തിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രാഗൽഭ്യം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രിയ സഹോദരങ്ങളെ. കാട്ടൊലിവായിരുന്ന എന്നെയും നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്ത ആ മഹാകരുണയും സ്നേഹത്തെയും ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ലോകജാതികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ, യഹൂദന്റെ മഹത്വവും മാഹാത്മ്യവും എന്നും പറഞ്ഞാൽ ലോകജാതിക്കൊന്നും മനസ്സിലാകത്തില്ല. കാട്ടുകഴുതകൾക്കൊന്നും ഇതിന്റെ ഗുണവും നിലവും ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതിനെക്കുറിച്ച് അറിയിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട വാക്കുകൾ കൊണ്ടൊന്നും നടക്കത്തില്ല. ഹംദാൻ മുവാൽ, മാഷാ അല്ലാ, പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ്. അത് ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹമായ മണ്ണോ? ഇബ്രാഹിമി, അതാരാടാ ഇബ്രാഹിമി? ഇബ്രാഹിമി എന്ന് പറയുന്ന ആളാരാണ്? തോദാവാ തോദ 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 ആബാ തോദ റബ്ബ. കണ്ടോ, എത്ര സന്തോഷവും അനുഗ്രഹീതവുമായ മനോഹര കാഴ്ചയും നിങ്ങൾ നോക്കിയ പ്രിയ സഹോദരങ്ങളെ. ഞാൻ ഇതിലെ കൂടി എത്രത്തോളം അനുഗ്രഹീതമായി ഈ വഴിത്താരകളെല്ലാം തന്നെ നിങ്ങൾ കുറെ കാലം മറന്നു കിടന്നതല്ലേ? ഇതിലെ കൂടിയെല്ലാവരും ഞാൻ സഞ്ചരിച്ച് നിങ്ങളെ കൊണ്ടുപോയിട്ടൊക്കെ ഉള്ളത്. സുനീഷ് ജോസഫ്, ആ ഗോൾഡൻ ഗോപുരം എന്തുവാ? അതാണ് എന്തുവാ, അറബികളുടെ കക്കൂസ്. ഇപ്പോൾ അറബികളുടെ കക്കൂസ്. മുമ്പ് അത് യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലമായിരുന്നു. പന്നികൾ അവിടെ കൊണ്ടുവന്ന് അതിന്റെ മാഹാത്മ്യം നശിപ്പിച്ചു കളഞ്ഞു. ജസ്റ്റിൻ ഡാനിയൽ, വണക്കം വണക്കം വണക്കം. കണ്ടോ എത്ര മനോഹരമായ
തോതാ തോതാ. നിങ്ങൾക്ക് ഈ നഗരം കാണുമ്പോഴേ നിങ്ങൾ സിനിമകളിലൊക്കെ പണ്ട് ഓൾഡ് സിനിമകളൊക്കെ, പണ്ടല്ല ഇപ്പോഴാണ് കൂടുതലും ആനിമേഷൻ ഇട്ട് സിനിമ എടുക്കുന്നത്. കോട്ടമതിലും അതിൻ്റെ നഗരവും അതിനിടയിലുള്ള ഇടവഴിത്താരകളും കുതിരച്ചേവകരും എല്ലാമായിട്ട് പോകുന്നതും ആളുകൾ വഴിയോരങ്ങളിലും വീതികളിലും അമ്മമാർ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മഹാസന്തോഷം നിറഞ്ഞൊരു പ്രദേശമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഇതെല്ലാം കർത്താവ് നടന്നുപോയ വഴിത്താരകളും കൂടിയാണെന്ന് ഓർക്കുമ്പം അളവില്ലാ സന്തോഷം തോന്നുകയാണ്. എൻ്റെ അപ്പൻ്റെ പാദസ്പർശം പതിന വഴിത്താരകളിലൂടെ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സൂപ്പർ മാഡം ജസ്റ്റിൻ ഡാനിയൽ തോതാ തോതാ തോതാ. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ജസ്റ്റിൻ ഡാനിയലിന് മറുപടി കൊടുത്തത്. കാരണം അദ്ദേഹം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദീപ, മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് വർണ്ണിക്കും? വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാനൊന്നും പറ്റില്ല. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ നാഥൻ ചെയ്തത്. എന്നെ രസമുണ്ട് ഇത് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ നഗരത്തിൻ്റെ അനുഗ്രഹീത കാഴ്ച പുളകം കൊള്ളിക്കുകയല്ലേ അല്ലേ? ഇറ്റ്സ് അമേസിങ്. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ നാഥൻ ചെയ്തത്. ആയിരമാം സ്വർണ്ണ നിറം അല്ലേ? അതുകൊണ്ടാണ് യെരുശലേമിന് സ്വർണ്ണ നഗരം എന്ന് പേര് വിളിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയുവാനുണ്ട്. നിങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് മുകുന്ദ് വരദരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശലോം. മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ഒരു ആർമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും മുകുന്ദ് വരദരാജിനെ കുറിച്ച് സക്കറിയാ പ്രവചനം എഴുതിയിരിക്കുന്നത് എത്രയോ സത്യം. പ്രിയ സഹോദരങ്ങളെ, യെരുശലേമിന്റെ തെരുവുകൾ സക്കറിയാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ അവയ്ക്ക് മടക്കി കൊടുക്കും. അവിടെ വൃദ്ധന്മാരും വൃദ്ധകളും വടി പിടിച്ച് നടക്കും. യൗവനക്കാരത്തികളും യൗവനക്കാരന്മാരും ആ തെരുവിലൂടെ നടക്കും. കൊച്ചുകുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കും. സക്കറിയാ പ്രവചനത്തിന്റെ ഒരു നിവൃത്തി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. അതിലേക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെയും ആക്കി വെച്ച കൃപയെ ഓർത്ത് വൃദ്ധന്മാരും വൃദ്ധകളും വടി പിടിച്ച് നടക്കും. നോക്കിയതാ വീൽ ചെയറിലിരിക്കുന്ന അപ്പൂപ്പനെയും തൊട്ടടുത്തിരിക്കുന്ന വടി പിടിച്ചിരിക്കുന്ന അപ്പൂപ്പനെയൊക്കെ നോക്കിയേ നിങ്ങൾ. കൊച്ചുകുട്ടികൾ തെരുവീതികളിലൂടെ ഓടിച്ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. എത്ര സന്തോഷം പകരുന്ന ദൈവവചനത്തിന്റെ പ്രവചനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാതെ നേരം പോക്കിന് ഒരു കാഴ്ചയല്ല നിങ്ങൾ കാണുന്നത്. സത്യത്തിൽ ഇതൊരു ദൈവവചനത്തിന്റെ പ്രവചനമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ മഹാസന്തോഷം നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ മക്കൾക്ക് മടക്കിക്കൊടുത്ത യെരുശലേം നഗരത്തിന്റെ വിശേഷങ്ങളാണ് സക്കറിയാ പ്രവചനത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? 2000 വർഷങ്ങൾക്ക് 3500 വർഷമായി അത് എഴുതി വെച്ചിട്ട്. പക്ഷേ അതിൻ്റെ
പ്രവചനം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് അത് നഷ്ടപ്പെടുകയും അവർക്കത് മടക്കി കിട്ടുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുളിര് കോഴുന്നില്ലേ? ഈ മഹാസന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ പ്രിയ സഹോദരങ്ങളെ? യെരുശലേമിന്റെ നഗരം എന്ന് പറയുന്നത്, ഈ മഹാനഗരത്തിലൂടെ ദൈവം തന്റെ മക്കൾക്ക് മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം അവർക്ക് മടക്കിക്കൊടുത്ത് അവർ ഈ വാഗ്ദത്ത ദേശത്തിൽ ആനന്ദത്തോടും ഉല്ലാസത്തോടും, എൻ്റെ അപ്പോ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഇറാൻ വിട്ട മിസൈലുകളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ ഇത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കാണാത്തവരെന്റെ പേജിൽ കയറി കാണുക. എത്ര വലിപ്പമാണ്! അതായത് ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിടുന്നത് പോലെ ഇറാൻ വിട്ട മിസൈലുകളെല്ലാം. പക്ഷേ ഓനപ്പടക്കത്തിന് എത്രമാത്രം ബലമുണ്ട്! ദൈവത്തിന്റെ കരതലം എത്രത്തോളം ആ പ്രദേശത്തെ പരിപാലിച്ചിരിക്കുന്നുണ്ടാ. നിങ്ങൾക്ക് ഈ തൂണുകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് 2000 വർഷം പഴക്കമുള്ള റോമാ സാമ്രാജ്യം യെരുശലേമിനെ പിടിച്ചെടുത്തിട്ട് ഇസ്രായേൽ മക്കളെ ഇവിടെ നാട്ടി ഓടിക്കുകയും കൊല്ലുകയും ചെയ്തതിനു ശേഷം, റോമാ സാമ്രാജ്യം യെരുശലേമിനെ പിടിച്ചെടുത്തതിനു ശേഷം അവർ പണി കഴിപ്പിച്ച വാണിജ്യ വ്യാപാര കേന്ദ്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തൂണുകളാണ്. ഈ തൂണുകൾ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യം എവിടുന്നാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെരുശലേം ദേവാലയം ആക്രമിക്കുന്ന സമയത്ത് യെരുശലേം ദേവാലയത്തിന്റെ തൂണുകളുടെ ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ തൂണുകളെല്ലാം പണി കഴിപ്പിച്ചത്. യെരുശലേം ദേവാലയത്തിന്റെ തൂണുകളുടെ ഭാഗം എടുത്തിട്ടാണ് അലക്സ മോസ്ക് പണിതിരിക്കുന്നതും അതുപോലെ തന്നെ ഡോംബ് ഓഫ് ദ റോക്ക് പണിതിരിക്കുന്നതും എല്ലാം യെരുശലേം ദേവാലയത്തിനുണ്ടായിരുന്ന തൂണുകളാണ്. അവർ ഇടിച്ചു നിരത്തിയ തൂണുകളുടെ ഭാഗമായിരുന്ന ബാക്കി വന്ന തൂണുകളൊക്കെ എടുത്തുകൊണ്ടാണ് അതൊക്കെ പണിതത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യർക്ക് ചിന്തിക്കുന്നതിലും അധികമായിട്ടാണ് ഈ വിശുദ്ധ നഗരം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത അവശേഷിപ്പുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ദൈവം അവർക്ക് വീണ്ടും തന്റെ ദേശത്തെ മടക്കി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കാര്യമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് 3000 വർഷം പഴക്കമുള്ള ഒലിവ് ചക്ക്. ഒലിവ് ചക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവെണ്ണ ആട്ടുന്നതാണ്. ഇതിനകത്തുകൂടി ഒരു തടി ഇങ്ങനെ ഇട്ടിട്ട് നിലത്തിട്ടിട്ട് ഒലിവ് എണ്ണ ആട്ടിയെടുക്കുന്ന 1-2 വർഷത്തെ പഴക്കമല്ല, 3000 വർഷം പഴക്കമുള്ള സാധനമാണ് ഈ സാധനം. എന്നാലോചിച്ച് നോക്കിയേ ഈ ഒലിവ് ചക്ക്. കണ്ടോ? അപ്പോൾ ഈ പട്ടണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു തുരങ്കത്തിലൂടെയും രാജാക്കന്മാർ കുതിരകളിലൂടെ കടന്നു പോകുന്ന സമയത്തുള്ള ആ മഹാസന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പ്രതിരോധത്തിനായിട്ട് എന്നോട് പറയുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ തിരിച്ചു വെട്ടാറുണ്ട്. അത് എൻ്റെ പ്രതിരോധത്തിൻ്റെ ആയുധമായിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ. നിങ്ങളെ ആരെയും ഞാൻ തെറി വിളിപ്പിക്കാൻ പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. തെറി വിളിക്കണമെന്നും അത് നിങ്ങളുടെ ജീവിത ശൈലിയാക്കണമെന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളങ്ങനെ ജീവിത ശൈലിയാക്കാനുള്ളവരുമല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആയുധമായി പ്രതിരോധിക്കേണ്ട സമയത്ത് ആയുധമായി തന്നെ ഉപയോഗിക്കണം. പ്രതിരോധിക്കുവാൻ അത് ആയുധമാക്കി എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ തെറ്റായ രീതിയിൽ നിങ്ങളുടെ തലച്ചോറുകളെ പഠിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളെ ബുദ്ധിയില്ലാത്തവരാക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൻ്റെ വകതിരിവില്ലാണ്ട് പോയത്. ഏതാ ശരി, ഏതാ തെറ്റ്, എന്ത് ചെയ്താലാണ് നന്മ, എന്ത് ചെയ്താലാണ് തിന്മ എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലാണ്ട് പോയതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത്, നിങ്ങളെ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ മഹാപാതകം ചെയ്തതുപോലെ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ തെറി പറഞ്ഞ് ആഭാസത്തിലും ജീവിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉടുതുണിയില്ലാതെ നഗ്നതയോടുകൂടി നൃത്തം കളിക്കുന്നത് മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തില് പ്രതിരോധത്തിന് വേണ്ടി നമ്മളെ ആഭാസം പറയുന്നവനെയും നമ്മളെ വൃത്തികേടുകൾ പറയുന്നവനെയും നമ്മുടെ മാനത്തിനു വേണ്ടി അവനോട് പ്രതിരോധത്തോട് പോരാടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ലോകത്തിൽ പാപിയായി ചിന്തിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിനെയും ശരിയെയും, ഞാൻ മുകുന്ദ് വരദരാജനെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാൻ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കുന്നവർ മസ്റ്റായിട്ടും ഞാൻ പറയുന്ന കാര്യം കേട്ടിരിക്കണം. മുകുന്ദ് വരദരാജനെ കുറിച്ചുള്ള ഈ കാര്യം, ഞാൻ പറയുന്ന കാര്യം. മുകുന്ദ് വരദരാജ് എന്ന് പറയുന്നത്, അയാളുടെ പേര് മുകുന്ദ് വരദരാജൻ തന്നെയാണോ? ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം. ഒരു ആർമിയാണ് അതെ, മുകുന്ദ് വരദരാജ്. അദ്ദേഹം
ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച് 1983 ജനിക്കുന്നത്. ഞാൻ ജനിച്ച അതേ വർഷം തന്നെയാണ് മുകുന്ദ് വരദരാജിന്റെയും ജനനം, 1983. അതായത് അശോക ചക്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ ബഹുമതി നേടിയ മനുഷ്യനാണ് മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇതെന്തിനാ റീന പറയുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ ഈ മുകുന്ദ് വരദരാജിനെ കുറിച്ച്. അല്ലാതെ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന മനുഷ്യൻ 1983 ജനിക്കുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് ആർമിയിൽ ചേരണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം 8 വർഷത്തോളം താൻ പഠിച്ച സ്കൂളിൽ, ചെന്നൈയിൽ താൻ പഠിച്ച കോളേജിലുള്ള ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം ഒരു മുകുന്ദ് വരദരാജ് ഒരു ഹിന്ദു ആയിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ആർമിയിൽ ചേർന്നു. ആർമിയിൽ ചേർന്ന മുകുന്ദ് വരദരാജ് കാശ്മീരിലാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ കാശ്മീരിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ 1983 തന്നെ ഹിസ്ബുള്ള മുജാഹിദ് എന്ന് പറയുന്ന തീവ്രവാദികൾ രൂപം കൊണ്ടു. അവരെന്തിനാ ഹിസ്ബുള്ള മുജാഹിദ് എന്ന് പറയുന്ന തീവ്രവാദികൾ രൂപം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയെ, കാശ്മീരിനെ പിരിച്ച് പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ കാശ്മീരിലുള്ള ജനതയെ കൊന്നൊടുക്കിയിട്ട് അവിടുന്ന് കാശ്മീരിലുള്ള ജനതയെ പാകിസ്ഥാനിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. അതായത് ഈ പലസ്തീനിൽ എങ്ങനെയാണോ ഹമാസ്, ലെബനിൽ എങ്ങനെയാണോ ഹിസ്ബുള്ള, സിറിയയിൽ എങ്ങനെയാണോ ISS, ഇതുപോലെ ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള മുജാഹിദ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന. ഈ തീവ്രവാദ സംഘടനയുടെ പിൻബലത്തില് 7000 ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇവന്മാർ കൊന്നൊടുക്കി കാശ്മീരിലുള്ള. അങ്ങനെ ഇവന്മാർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകുന്ദ് വരദരാജിന് ഇൻഫർമേഷൻ കിട്ടുന്നത് ആപ്പിൾ തോട്ടത്തിൽ ഇവർ ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുകുന്ദ് വരദരാജും അവരുടെ ടീം അംഗങ്ങളും പോയി ആപ്പിൾ തോട്ടത്തിൽ പോയിട്ട് അവർ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മെഷീൻ ഗണ്ണ് വെച്ച് പടപടപടപടാന്ന് ഓട്ടോമാറ്റിക് ഷൂട്ടിലിട്ടവന്മാര് പിന്നീട് മാനുവൽ ഷൂട്ടിലിടാൻ തുടങ്ങി. അപ്പോൾ മുകുന്ദ് വരദരാജ് ടാർഗറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ സെൻസ് വർക്ക് ചെയ്തു. അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, അവരുടെ ടീം അംഗങ്ങളോട് പറഞ്ഞു, അവൻ ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവലിലോട്ട് മാറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബുള്ളറ്റ് തീരാറായിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങോട്ട് കയറി ചെല്ലരുത്, അവന്മാരുടെ ബുള്ളറ്റ് തീരട്ടെ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ബുള്ളറ്റ് തീരുകയും അങ്ങനെ കുറെ പേരെ കൈയോടെ പിടിക്കുകയും കുറെ പേരെ കൊന്നു പിടിക്കുകയും ചെയ്തു. അങ്ങനെ ആ പിടിച്ചവരിൽ നിന്നും ഇതിന്റെ മെയിനായ ടെററിസ്റ്റ് നേതാവിനെ, ഇതിന്റെ കമാൻഡറിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ അവന്മാർ പേര് പറഞ്ഞു കൊടുത്തില്ല. അതിനുശേഷം ലെബനനിൽ ഹിസ്ബുള്ളയുടെ UN നേതൃത്വത്തിൽ ലെബനനിൽ കുറച്ച് വർഷം സർവീസ് ചെയ്യാനായിട്ട് മുകുന്ദ് വരദരാജിന് അവസരം കിട്ടി. അങ്ങനെ അദ്ദേഹം ലെബനനിൽ പോയി അവിടെയുള്ള തീവ്രവാദികളെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വീണ്ടും കാശ്മീരിൽ പോസ്റ്റ് കിട്ടി. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും ഇലക്ഷൻ നടക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ഇലക്ഷൻ ഓഫീസറെ എന്ത് ചെയ്തു, ഈ ഹിസ്ബുള്ള മുജാഹിദുകാർ വെടിവെച്ച് കൊന്നു. അങ്ങനെ ഇലക്ഷന് വരുന്നവരാരെങ്കിലും ഇലക്ഷന് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കൊല്ലുമെന്നുള്ള ഭയം കൊടുത്തതുകൊണ്ട് ജനങ്ങൾ വോട്ടിടാൻ എന്ത് ചെയ്തു, ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കകത്ത് കാശ്മീരിൽ മാത്രം ജനാധിപത്യമില്ല, കാശ്മീരിൽ തീവ്രവാദികളെ അഴിഞ്ഞാട്ടം. അതുകൊണ്ട് തന്നെ അവിടെ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവിടെയുള്ള ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇലക്ഷൻ കമ്മീഷണറിനെ വെടിവെച്ച് കൊന്നു ഇവന്മാര്. അവസാനം മുകുന്ദ് വരദരാജിന് വിവരം, അയാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വിവരം കിട്ടി, ഇങ്ങനെയാണ് ഹിസ്ബുള്ള മുജാഹിദിന്റെ കമാൻഡർ ഇന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു, ഒരു വീട്ടിൽ അവർ ഒളിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ പറ്റുമെന്നുള്ള വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആർമി ഫോഴ്സിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് അറിഞ്ഞത് ആ കമാൻഡർ മാത്രമല്ല 3 പേർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഈ ധൈര്യമായിട്ട് തന്നെ ഈ മുകുന്ദ് വരദരാജും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു കൂട്ടാളിയും കൂടി ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആദ്യം അതിനകത്തേക്ക് കടക്കാം, അതിനുശേഷം ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾ കടന്നാൽ മതി എന്ന് പറഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം സ്നൈപ്പേഴ്സിനെ വെച്ചിരുന്നു. അവസാനം ഇവരകത്തോട്ട് കടന്നു. അകത്തോട്ട് കടക്കുന്ന സമയത്ത് അവന്മാർ വെടിവെപ്പ് തുടങ്ങി. അങ്ങനെ ഒളിച്ചിരുന്നുകൊണ്ട് ഒരുത്തനെ കൊന്നു തീർത്തു. 2 പേരായിട്ട് അവരുടെ ആ വീട്ടിൽ നിന്നും അടുത്ത ഔട്ട് ഹൗസിലേക്ക് ഇവർ ഓടി. അങ്ങനെ 2 പേർ അടുത്ത ഔട്ട് ഹൗസിലേക്ക്
ഓടിയ സമയത്ത് മുകുന്ദ് വരരാജ് വിചാരിച്ചു ഒരുത്തൻ ഇവിടെ ഉണ്ടെന്നും ഒരുത്തൻ അവിടെ ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരുത്തനെ അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളിയെ ഔട്ട് ഹൗസിലേക്കും പറഞ്ഞു വിട്ടു. മുകുന്ദ് വരരാജ് ഇതിനകത്തും നിന്നു. കൂടെയുള്ള കൂട്ടാളി അകത്തേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്നവനെ കൊല്ലുന്ന ശ്രമത്തിൽ ഒരുത്തനെ കൊന്നു. പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്നവൻ എന്ത് ചെയ്തു? അവരുടെ വെടിവെപ്പിനാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കി ഈ മുകുന്ദ് വരരാജ് നിന്ന റൂമിനകത്ത് ഇവനില്ല, തീവ്രവാദി ഇല്ല. അപ്പോൾ അവനും ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മുകുന്ദ് വരരാജ് അവിടേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കണ്ണുകൊണ്ട് കാണുന്നത് തന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളി പല വർഷങ്ങളായി തന്റെ കൂടെ നിന്ന് പണിയെടുത്ത് ആർമിയിൽ സേവനമനുഷ്ഠിച്ച മനുഷ്യൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ വേദനയോടുകൂടി രണ്ടും കൽപ്പിച്ച് മുഖത്തോട് മുഖം നിന്നുകൊണ്ട് തീവ്രവാദിയെ നേരിടാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ള മുജാഹിദിന്റെ ഏറ്റവും ഉന്നത കമാൻഡറിനെ നേരിടാൻ വേണ്ടിയിട്ട് ആര് തീരുമാനമെടുത്തു? മുകുന്ദ് വരദരാജ് തീരുമാനമെടുത്തു. ഫേസ് ടു ഫേസ് അവന്റെ മുന്നിലേക്ക് വെടിവെപ്പുമായിട്ട് ചെന്നിട്ട് തന്റെ ജീവനെ കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവനെ വെടിവെച്ച് കൊന്നു. കാരണം അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ 10,000 ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൊല്ലപ്പെടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്വന്തം ജീവനെ കൊടുത്ത് മുഖത്തോട് മുഖം നിന്ന് ധൈര്യമായിട്ട് നിന്ന് ഹിസ്ബുള്ള മുജാഹിദിന്റെ കമാൻഡറിനെ കൊന്നൊടുക്കിയ മനുഷ്യനാണ് മുകുന്ദ് വരദരാജ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ അഭിമാനം. ഊളകളെ, പൊട്ടന്മാരായിരിക്കുന്ന ശിഖണ്ഡികളായിരിക്കുന്ന ആണും പെണ്ണും കെട്ട ക്രിസ്ത്യാനിയും ഹിന്ദുവുമായിരിക്കുന്നവന്മാരെ അറിഞ്ഞുകൊള്ളുക. ആർമിയുടെ ബലം, അവരുടെ ജീവൻ അവർ ത്യാഗം ചെയ്യുന്നത് സ്വന്തം ഭാര്യയെയും സ്വന്തം കുഞ്ഞുങ്ങളെയും സേഫ് സോണിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും മടിയില്ലാത്തവരാ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഏതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കരുത്. നിങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് സാത്താനോട് പോരാട്ടം നടത്തുമ്പോൾ ഈ തീവ്രവാദികൾ എന്തിനാണ് ഇങ്ങനെ വളരുന്നത്? ഇവർക്ക് ഉള്ള ആഗ്രഹം എന്താണ്? ഇവരുടെ ആഗ്രഹം ലോകത്തിൽ മുഴുവനും തള്ളാഹുവിന്റെ ഒരു മതം ഉണ്ടാക്കുക, സാത്താന് രാജ്യം പണിത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളും യുദ്ധക്കണത്തിനാണ്. ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതത്തിനകത്ത് കൊണ്ടുപോയേ ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട്. നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് പോയി കയറ്റി വെയ് നീ. ആ സമയം ഉണ്ടെങ്കിൽ ചേറ്റയ്ക്കുണ്ടായവന് കഴിവേറി ആണും പെണ്ണും കേട്ടോ ചികണ്ടിക്കുണ്ടായ ഗുണ്ട നാണമില്ലടാ എന്റെ പേജിൽ വന്ന് കമന്റ് ഇടാനായിട്ട്. ആൽബർട്ട് റോയ്, നിന്റെ അമ്മയുടെ കൊതം സുഡാപ്പികൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കൊതവുമായിട്ട് പോയി കുനിഞ്ഞില്ലടാ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. എവിടെയാണെന്നറിയാമോ? ഇതിന്റെ അടുത്ത് ചാവുകളുടെ അടുത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. വലിയക്കാട്ടൊരു മിസൈല് നിന്റെ അമ്മയുടെ ഗോതത്തിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് കൊടുക്ക്. ചേറ്റയ്ക്കുണ്ടായവനെ എന്റെ പേജ് വന്ന് കമന്റ്. ചേറ്റയ്ക്ക് നാണമില്ലടാ കഴിവേറിക്ക് ഉണ്ടായ മോനെ. കഴിവേറി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ നട്ടലില്ലാതെ ഗുണ്ടനായിട്ട് നീ ഗുണ്ടനടിച്ചോണ്ടിരിക്കുന്നതിന്റെ കഥയാണോ ഇവിടെ പറയേണ്ടത്? ചേറ്റേ, ഗുണ്ടനടിച്ചോണ്ടിരിക്കുന്ന കഥ ഒന്ന് പറയാൻ വേണ്ടി പറ്റിയ പേജ് എന്റെ പേജ്. ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ ഗുണ്ടനടിയുടെ കഥയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷമം കുത്താതെ നിന്റെ അമ്മയ്ക്ക് കൊതം കൊടുത്ത് ഗുണ്ടി അടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് വിഷമമാകും. ചേച്ചേ, നാറിക്കുണ്ടായവന്മാരെ സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും അവന്റെ ഒക്കെ കൊതത്തില് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്ത് സംസാരിക്കുക. നാറിക്കുണ്ടായവന്മാരടാ സംസാരിക്കുന്നതേ നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത്. ചേറ്റകളെ, ഇതുപോലും തിരിച്ചറിയാൻ കേവലം കെട്ടവന്മാരാണോ? ആൽബർട്ട് റോയ്, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വരുന്ന പോടാ ചെറ്റേ. നിന്റെ അടുത്തൊക്കെ സമാധാനം പറഞ്ഞിരിക്കാൻ പറ്റുമോ? എന്നോടാണോ ഞാൻ സമാധാനം പറഞ്ഞത്? ഞാൻ സമാധാനം പറഞ്ഞത് നീ കണ്ടോടാ ചെറ്റേ. നീ കൂടുതൽ സമാധാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് സമാധാനം വന്ന് സംസാരിച്ചോ? സമാധാനം എടുത്തു കളയേണ്ടവനെ തീർക്കണമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പ്രതിരോധം അറിഞ്ഞിരിക്കണം. നിന്നെ ഏത് വിധത്തിലാണ് നിന്നോടൊക്കെ അനാവശ്യം പെരുമാറുന്ന അവന്മാരെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശക്തിയും കരുതും ആർജിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്ന കുതത്തില് വർത്തമാനവും പറഞ്ഞു വന്നിരിക്കുന്നു. ചേറ്റ ഇറങ്ങിപ്പോടാ പട്ടി. എന്റെ പേജിൽ നിന്ന് ഗുണ്ടന്മാർക്കുള്ളതാണോ എന്റെ പേജ്? സമാധാനം പറയാൻ വന്നേന്ന്. പിന്നെ എനിക്കതാ ജോലി, സമാധാനം പറയുന്നത്. വൃത്തികെട്ടവന്മാര്. ഇവിടെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഇതുപോലെ കൊതം കൊടുക്കാനിരിക്കുന്ന കുറെ ഗുണ്ടന്മാരും ഗുണ്ടന്മാരുടെ അമ്മയും പെങ്ങളുമാരും ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് കയറി തീവ്രവാദികൾ തിന്നു തൊലയ്ക്കുന്നത്. തിരിച്ചു ചോദിക്കാനുള്ള ഓരോത്തിനും നട്ടലില്ലാത്ത ഗുണ്ടന്മാർ വന്നത് എന്റെ പേരിനകത്തിലായി ഡയലോഗ് ഇട്ട് തള്ളിമറിക്കുക. സ്വന്തം ജീവനെ കൊടുത്ത് ഭാര്യ 3 വയസ്സുള്ള കുഞ്ഞ
ഹിസ്ബുള്ള മുജാഹിദ് എന്ന് പറയുന്ന തീവ്രവാദിയെ കൊന്നൊടുക്കാൻ നേർ ചെന്നിട്ട് ജീവനെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു 3 വയസ്സുള്ളൊരു കുഞ്ഞ്. ഈ ഗുണ്ടനെ പോലെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുവായിരുന്നു ഈ അവസ്ഥ? എടാ ചെറ്റകളെ, ഈ ഗുണ്ടനെ പോലെയൊക്കെ നിന്റെയൊക്കെ നാട്ടിൽ ആർമിയായിട്ട് പണിയെടുക്കുന്ന, കാശ്മീരിലും തീവ്രവാദികളെ നേരിടാൻ വേണ്ടി പണിയെടുക്കുന്ന ആർമികൾ ഗുണ്ടന്മാരെപ്പോലെ നിന്നെപ്പോലെ കഴിവേറുകളായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, ആയുധം കയ്യിലെടുക്കാതെ അവർ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ നീയൊക്കെ സമാധാനത്തോടെ നാട്ടിൽ കിടന്ന് ഉറങ്ങുവോടാ ചെറ്റകളെ? എടാ വിവരം കെട്ടവന്മാരെ, നീയൊക്കെ സമാധാനത്തോടെ നാട്ടിൽ കിടന്ന് ഉറങ്ങുവോ? കൊന്നൊടുക്കത്തില്ലേ നിന്നെയൊക്കെ ഇവന്മാര്? എന്നിട്ട് അവൻ സമാധാനം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു. വിവരം കെട്ടവന്മാര് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഇടയിൽ അവന്റെ ഒരു കോത്തായത്തെ വർത്തമാനവും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. സമാധാനം ഉണ്ടാക്കാൻ മതി. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാക്കുന്നില്ല ജോലി. എനിക്ക് സമാധാനം ഒന്നും ഉണ്ടാക്കില്ല. ഈ സമാധാനം ഒരുത്തരം ഉണ്ടാക്കാനും പോകുന്നില്ല ഇവിടെ. ആരാ സമാധാനം ഉണ്ടാക്കാൻ? നമുക്ക് സമാധാനം തരാവുന്ന ആരാണ്? ഇസ്രായേൽ ഇത്രയും വർഷമായി ഇവർ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് വില കൊടുത്തു വാങ്ങിച്ച ഭൂമിക്കകത്ത് ഇതുവരെയ്ക്കും സമാധാനത്തോടെ ജീവിക്കാൻ ആ ജനത്തെ സമ്മതിക്കാതെ 24 മണിക്കൂറും ചൊറിഞ്ഞ് ആ ജനതയെ അടിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ഈ ജനത്തിന് സമാധാനം കൊടുക്കുന്നുണ്ടോ? ഇന്ത്യക്കകത്ത് ഇപ്പോൾ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായത് BJP ഭരണം വന്നിരിക്കുന്നത് കൊണ്ട്, ആ ഒരു ഭയം ഉണ്ടായതുകൊണ്ട് മാത്രം. തിരിച്ചടിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചത് കൊണ്ട് ആ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇതിനകത്ത് കയറി നുഴയാത്തതും അടിക്കാത്തതും. ഇല്ലെങ്കിൽ കണ്ടേനെ. എത്രത്തോളം സീരിയസ് ആയിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ 120 കോടി 140ഓളം കോടി ജനം വരുന്ന ഈ ജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ വകവെക്കാതെ പോരാടുന്ന ആർമിക്കുള്ള തന്റെ ഇടത്തിന്റെ ഒരു അംശം പോലും ഇല്ലേടാ ചെറ്റകളെ നിനക്കൊക്കെ. എടാ നീയൊക്കെ നിന്റെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പീരിനടാ, പറഞ്ഞു പഠിപ്പീര്, മക്കളെ പറഞ്ഞു പഠിപ്പീര്. ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ജീവിക്കണ്ടേ സമാധാനത്തോടെ? ജീവിക്കാൻ പറ്റത്തില്ല. ഇനി സമാധാനം തരില്ല നിങ്ങൾക്ക് ഒരുത്തനും. നമ്മന്റെ മതത്തിന്റെ ആൾക്കാരുടെ പേര് കണ്ടാൽ മാത്രം പുളകം കൊള്ളുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവുമാ. നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ കയറി നോക്ക്. മനാഫിക്കയ്ക്ക് ഇതുവരെയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹവും ഒരു പേരിൽ മാത്രം തുടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൽ ഇറങ്ങിയിരിക്കുക മനാഫിക്ക. അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ എന്തുവാ ദാരുണ്യ മരണം സംഭവിച്ചു. അന്ന് തുടങ്ങിയതാ മനാഫിക്കയുടെ തലയിൽ തൂക്കി, നന്മ മരത്തെ തൂക്കി തലയിൽ വെക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? പേര് മനാഫ് എന്നായി പോയി. ഇത് വേറെ വല്ല ജസ്റ്റിനോ ആൽബർട്ടോ വല്ല അയ്യപ്പനോ വല്ല ആയിരുന്നെങ്കിലോ ഒരുത്തരും തിരിഞ്ഞു നോക്കാനുണ്ടാകത്തില്ല. നന്മ മരത്തെ തൂക്കി അങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണാടാ നാട് ഊളകളെ. ഒരുത്തന്റെ പേര് നോക്കി അവന്റെ പ്രൊഫൈലിനകത്തും അവന്റെ പേജിനകത്തും ക്രിസ്ത്യാനിയും ഹിന്ദുവുമായ ഊളകൾ പോലും കേറി ഇറങ്ങിയിട്ടാ മനാഫിക്കായി തലയിൽ തൂക്കി വെക്കുന്നത്. പക്ഷെ നിന്റെയൊക്കെ പേര് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യപ്പന്റെ പേരിലോ തിരിഞ്ഞു പോലും ഒരുത്തനും നോക്കത്തില്ല, ഒരു ലൈക്ക് പോലും നിനക്കൊന്നും തരത്തില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കടാ ഊളകളെ. നിന്നോടൊക്കെ എത്രയാടാ ഞാൻ പറയേണ്ടത് ചെറ്റകളെ? നിന്നോടൊക്കെ ഞാൻ എത്രയെന്ന് പറഞ്ഞു തരും? നിന്റെയൊക്കെ വേണ്ടിയിട്ടാ ഞാൻ ഈ സംസാരിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നിനക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുവാ അർജുൻ മരിച്ചു. അർജുന്റെ പേരിൽ മുഴുവനും നന്മമരം വളരുകയാ കിടന്ന്. മനാഫിക്ക നന്മമരം പൊന്നുമരം അങ്ങ് വളർന്നുകൊണ്ടിരിക്കുക. എന്തിന്റെ ആവശ്യം ഇരിക്കുന്നതൊക്കെ? ഇതിനൊക്കെ എന്തിന്റെ ആവശ്യം ഇരിക്കുന്നു? അർജുൻ മരിച്ചു, അതിന്റെ ലോറി ഉടമയെ തലയിൽ തൂക്കി വെക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ഈ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമാണോ അദ്ദേഹം ചെയ്തത്? എടാ ഞാനിപ്പോ ഒരാളെ, എന്റെ ഒരു തൊഴിലാളി ഒരു മരണപ്പെടുകയോ എന്റെ തൊഴിലാളി ആപത്തിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ് ആ കാര്യം നിന്ന് നിറവേറ്റി കൊടുക്കുന്നത്. അതിനെ തൂക്കി തലയിൽ വെച്ച് നന്മമരമായിട്ട് ആഘോഷിക്കണമെങ്കിൽ അതൊക്കെ അജണ്ടയല്ലടാ ഊളകളെ. മനസ്സിലാക്കടാ വിവരം കെട്ടവന്മാരെ. തന്റെ സമൂഹത്തെയും തന്റെ മതത്തിൽപ്പെട്ടവരുടെയും പേരുകൾ വന്നു കഴിഞ്ഞാൽ മതം നോക്കിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് മുഴുവനും. എന്നിട്ട് ആ കുടുംബം വന്നിട്ട് എന്ത് ചെയ്തു? ആ കുടുംബം വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ആ കുടുംബത്തെ തലയിലേറ്റു, തോളിലേറ്റു. ഓ മനാഫിക്കയുടെ ഉറ്റ സുഹൃത്താണ് പോലും, ഉറ്റ സുഹൃത്ത്. അതെങ്ങനെയാണ് ഉറ്റ സുഹൃത്താക്കുന്ന മനാഫയുടെ? ഹിന്ദു ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? കാരണം ഖുർആന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയും യഹൂദനെയും ആത്മമിത്രമാക്കരുതെന്ന് എഴുതിയിട്ടുള്ളൂ. ഹിന്ദുവിനെ അപ്പൊ കുഴപ്പമില്ല ആത്മമിത്രമാക്കാം അല്ലേ? അല്ലേ? ഹിന്ദുവിനെ ആത്മമിത്രമാക്കാം അല്ലേ? ക്രിസ്ത്യാനിയും യഹൂദനെയും മാത്രമേ ആത്മമിത്രമാക്കാൻ പാടില്ല എന്നുകൊണ്ട് ഖുർആന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളൂ അല്ലേ? എന്റെ പ്രിയ സഹോദരങ്ങളെ, നാട് പോകുന്ന പോക്കിനനുസരിച്ച് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായി മാറിയാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രതിരോധത്തിന് വേണ്ടി ആയുധമെടുക്കുന്നതിൽ തെറ്റില്ല. പ്രതിരോധിക്കാൻ വേണ്ടി ആയുധമെടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾ തല താഴ്ത്തി കൊടുക്കും തോറും ക്രിസ്ത്യാനി എന്ന് പറയുന്ന മണ്ടന്മാരെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? സാത്താൻ വന്ന്
എന്തെല്ലാം വൃത്തികേട് പറഞ്ഞാലും ആഭാസത്തരം പറഞ്ഞാലും എന്ത് ചെറ്റത്തരം പറഞ്ഞാലും നിങ്ങളിതൊന്നും കേൾക്കരുത് സഹോദരങ്ങളെ. നിങ്ങളിതെല്ലാം കേട്ട് സ്തോത്രം പറഞ്ഞ് നിങ്ങളങ്ങ് പോയിക്കോണം എന്നാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞങ്ങ് പോയിക്കോണം. ഇതൊക്കെ കേട്ടിട്ട് തിരിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന് തിരിച്ച് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും. നിങ്ങൾ ഭയങ്കര പാപികളായി പോകും, നിങ്ങൾ വൃത്തികെട്ടവരായി പോകും. സ്വന്തം മാനത്തിന് വില പറഞ്ഞു വരുന്നവനോട് തിരിച്ചു ചോദിക്കുന്ന ഞാൻ വൃത്തികെട്ടവളും ആകും. ഉടുതുണിയില്ലാതെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഉടുതുണിയില്ലാതെ ഡാൻസ് കളിച്ച് മതിമറക്കുന്നവർക്കെല്ലാം 10,000 ലൈക്ക് വിട്ടിട്ട് പൊളി എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന സമാധാനം കണ്ടെത്തുന്ന ലോകം. സ്വന്തം മാനത്തെ വില പറയുന്നവന്മാരോട് തിരിച്ചു നിന്ന് പോരാടിയാൽ, തിരിച്ചു കൊടുക്കേണ്ടത് കണക്ക് കൊടുത്താൽ മോശമെന്ന് മുദ്ര കുത്തുന്ന ലോകവും, ഉടുതുണിയില്ലാതെ മാനം എപ്പോൾ നോക്കിയാലും റീൽസിനകത്തും അതിനകത്തും ഇതിനകത്തും ഉടുതുണിയില്ലാതെ കിടന്ന് ഡാൻസും ആടി കുത്തിമറഞ്ഞാലും അതെല്ലാം കണ്ടു കുടുംബത്തോടിരുന്ന് കണ്ടു രസിക്കുന്നവരെല്ലാം മാന്യന്മാരും. സമൂഹം പോയ പോക്കേ. ഇതാണ് നിങ്ങൾ അടിമയാക്കാൻ പോകുന്നതിന്റെ തന്ത്രം. തിരിച്ചു പ്രതികരിക്കാൻ കഴിവില്ലാത്ത ശിഖണ്ഡികളാക്കി നിങ്ങളെ മാറ്റും തോറും ഒരു കാര്യം നിങ്ങൾ ഓർത്തോ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവന് വില പറയാൻ പോകുകയാണ് ശത്രുക്കള്. മനസ്സിലായോ? ഹംദാൻ മൊബൈൽ മക്കൾ സ്വന്തം ഐഡിയിൽ വന്നിട്ട് നീ കമന്റ് ഇട്ടോ. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫേക്ക് ഐഡിയിൽ വന്ന് കമന്റ് ഇടുന്നവന്മാർക്ക് മറുപടി കൊടുത്ത് സമയം കളയാനില്ല. മനസ്സിലായോ? ക്രിസ്ത്യാനിയെ തലച്ചോറുണര്, ഹിന്ദുവെ തലച്ചോറുണര്. ഒരു രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോലും മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ഒരു ആർമി ശത്രുവായിരിക്കുന്നവനെ സാത്താനോട് മുഖത്തോട് മുഖം നിന്ന് വെടിയേറ്റ് അവനെ കൊന്നിട്ടാ മരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ധീരന് ഒരിക്കലേ മരണമുള്ളൂ, ഭീരുവിന് പലകുറി മരണമാണ്. ഭീരുക്കൾ പലകുറി മരണമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഫേസ്ബുക്കിൽ വന്ന് കമന്റ് ഇടുന്ന ഈ ഊളകളോട് എനിക്ക് വന്ന് കയറുന്ന ദേഷ്യം എങ്ങനെയാന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പ്രിയ സഹോദരൻ. എന്റെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ കാലേവാരി ഞാൻ അടിച്ചേനെയായിരുന്നു ചെറ്റകളെ. എനിക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ എന്റെ അമർഷവും ദേഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞെങ്കിലും തീർക്കുന്നത്. കാരണം ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളായിട്ട് സംസാരിക്കാൻ വരുന്നവന്മാരോട് എന്ത് മറുപടിയാ കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റോയ് ആൽബർട്ട് റോയി, എന്താടാ നിന്റെ അമ്മയുടെ കൊതം ഇതുവരയ്ക്കും റെഡിയാക്കിയില്ലേ? മിസൈൽ കയറ്റി വെച്ചില്ലേ നീ? റോയ് ആൽബർട്ട് റോയേ, നിന്റെ അമ്മയുടെ കൊതത്തിനകത്ത് ഇതുവരയ്ക്കും നീ മിസൈൽ കയറ്റി വെച്ചില്ലേ? ഏടാ ഉസ്താദുമാരുടെ മുറിയേണ്ടിയാണോ നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് കയറിയിരിക്കുന്നത്? അതുകൊണ്ടാണോ നിനക്ക് സമയം കിട്ടാതെ പോയത്? നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇറാൻ അയച്ച മിസൈൽ ഇവിടെ കിടപ്പുണ്ട് കയറ്റി വെക്കാനായിട്ട്. ചെറ്റേ, എടാ നിന്റെ കഴപ്പ് തീർന്നില്ലേ? നീ വീണ്ടും വീണ്ടും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പാന്നല്ലേ? നിന്റെ തള്ളയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ല. നിന്റെ തള്ളയും അനിയത്തിയും ഭാര്യയുടെ ഏതൊക്കെ കൊതത്തിനകത്ത് ഉസ്താദുമാര് അവന്മാരുടെ മുറിയണ്ടി കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചൊരുപ്പ് തീർക്കേണ്ടത് ഇവിടെ വന്നിട്ടല്ല. പറഞ്ഞ മനസ്സിലായോ? കൂടുതൽ നേരം നീ നിന്ന് കഴിഞ്ഞാൽ നിന്റെ മൂലത്തിനകത്തൂടി ഇസ്രായേലിന്റെ മിസൈൽ കയറ്റി അയൺഡോം കയറ്റി അടിച്ചങ്ങ് ആകാശത്തിലേക്ക് വിടും ചേറ്റേ. നീ കൂടുതല് മാനത്തിന് വില പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടോ കഴിവേറി. നീ ആരോടാ സംസാരിക്കുന്നതെന്നാണുള്ളത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ആണും പെണ്ണും കണ്ട കുണ്ടനടിക്കുന്നവനെ. നീ കോഴിക്കോട് പോയിട്ട് കുനിഞ്ഞു നിന്ന് കുണ്ടനടിക്കുന്നുണ്ടെങ്കിൽ ആ കുണ്ടനടി ഇവിടെയല്ല കാണിക്കേണ്ടത്. മനസ്സിലായോ? ഗുണ്ടന്മാർ ഇറങ്ങി നടക്കും എന്റെ പേജിലോട്ട്. പിന്നെ ചൊരിപ്പ് കാര്യം പറയുമ്പോ
ഇവിടെ സീരിയസ് സഹോദരങ്ങളെ, ഞാൻ പിന്നെ ഇപ്പം നടന്നു പോകുന്നത് സിയോൻ വാതിലാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരുടെ തലച്ചോറിനകത്ത് കയറുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ഗുണ്ടന്മാർക്കല്ലാണ്ട് വേറെ ഒരുത്തന്മാർക്കും കുഴപ്പമില്ല. ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇന്ന് കേരളത്തിൽ പലവരും ഉണർന്നു കഴിഞ്ഞു. ജാഗ്രത പാലിക്കുകയാണ്, ജാഗ്രത പുലർത്തുകയാണ് പലരും. ഈ ഗുണ്ടന്മാർക്കേ ഉള്ളു പ്രശ്നം, ഈ ഇവന്മാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഗുണ്ടന്മാർക്ക്. സൗരങ്ങളെ, ഈ വാതിലിനെയാണ് സിയോൻ വാതിൽ എന്ന് പറയുന്നത്. നമ്മുടെ ദാവീദ് രാജാവിൻ്റെ നഗരമാണ് സിയോൻ നഗരം. നമ്മുടെ ദാവീദിനെ അടക്കിയത് ഇതിനകത്തോട്ടാണ്. നമ്മുടെ സെഹിയോൻ മാളിക മുറിയും കർത്താവ് അവസാന അത്താഴം കഴിച്ച മാളിക മുറിയും ഇവിടേക്ക് തന്നെയാണ്. മനസ്സിലായോ? ഇസ്രായേൽ മക്കൾ ആദ്യമായിട്ട് യെരുശലേം പിടിച്ചടക്കാൻ വേണ്ടി കയറി വരുമ്പോൾ ഈ വാതിൽ തകർത്ത അവർ കയറി വരുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് മേളിൽ മുഴുവനും ജോർദാന്റെ സൈന്യം നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇതിൻ്റെ മേളിൽ മുഴുവനും നിന്നുകൊണ്ട്. മനസ്സിലായോ? ഇതിന് മേളിൽ നിങ്ങൾക്ക് റാംവാക്ക് എന്ന് പറയും ഇതിനെ. ഇതിൽ കൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. അത്രയ്ക്കും 3 അടി വീതിയുണ്ട് ഇതിന്. മൂന്നടിയില്ല, സോറി, 7 അടി. കണ്ടോ? നിങ്ങൾക്കിവിടെ എല്ലാം തന്നെ ചെറിയ ചെറിയ തുളകൾ കാണാൻ പറ്റും. കണ്ടോ? ഈ തുളകൾ കണ്ടോ? ഇത് മുഴുവനും 1967 യുദ്ധത്തിന് ഇസ്രായേൽ ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ഇവന്മാർ മുഴുവനും ഈ മേളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പട്ടാളം താഴെ നിന്നുകൊണ്ട്, ഇത് 40 അടി പൊക്കമാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ഇവിടെ ഷൂട്ട് ചെയ്ത് ഈ വാതിൽ തകർത്തിട്ടാണ് അകത്തോട്ട് ഇസ്രായേൽ കയറി ചെല്ലുന്നത്. അങ്ങനെയാണ് ഇസ്രായേലിന് യെരുശലേം പിടിച്ചടക്കാൻ പറ്റുന്നത് തന്നെ. ആൻഡോ ജോസ്, താങ്കൾ അല്പം മര്യാദയുടെ കൂടെ സംസാരിക്കും. അങ്ങനെ ഇപ്പൊ മര്യാദ സംസാരിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ആൻഡോ ജോസേ? എന്ത് ചെയ്യും? വല്ലതും ചെയ്യുവോ? കൂടുതൽ എന്നെ ഇങ്ങോട്ട് മര്യാദ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ ആൻഡോ ജോസേ. നീ സ്വന്തം തന്തയുടെ ഫോട്ടോ ഇട്ടിട്ട് വാ. ഗാന്ധി അല്ലല്ലോ നിന്റെ തന്ത. മര്യാദയൊക്കെ നമുക്ക് പിന്നെ പഠിപ്പിക്കാം. നീ ആദ്യം സ്വന്തം തന്തയുടെ ഫോട്ടോ ഇട്ടിട്ട് വാ. ഗാന്ധി എടുത്ത് തന്തയാക്കാതെ. നീ ആ മനുഷ്യന് ഒരു മോനുണ്ടായെന്നുള്ള പേരുണ്ടാക്കി കൊടുക്കാതെ നീ. മനസ്സിലായ? ഗാന്ധിക്കുണ്ടായ മോനായിട്ട് നീ ജീവിക്കാതെ നീ ആദ്യം സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് വാ. പിറം കെട്ടവന്മാരെ, മര്യാദ കൊടുക്കേണ്ടടുത്ത് മര്യാദ കൊടുത്താൽ മതി. അല്ലാതെ എല്ലാവന്മാർക്കും മര്യാദ കൊടുത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ കൊടുത്താടാ നീയൊക്കെ കണ്ടവന്മാരുടെ ഒക്കെ മൂട് താങ്ങി ജീവിക്കേണ്ട ഗതികേട് വരുന്നത് ചെറ്റകളെ. ഇന്ന് ലെബനോനൊക്കെ ക്രിസ്തീയ രാജ്യമായിരുന്നുകൊണ്ട് ഈ സുഡാപ്പികൾ തീവ്രവാദികളാൽ ഇന്ന് അവിടെയുള്ള എല്ലാ മനുഷ്യരും കൊല്ലപ്പെടുന്നതിന്റെ പിന്നിലെ കാരണം നിന്നെപ്പോലുള്ള ഗുണ്ടന്മാരൊക്കെ പോയി മൂട് താങ്ങി കൊടുക്കുന്നത് കൊണ്ടാ. ഊളകളെ, ഇനിയെങ്കിലും തിരിച്ച് പ്രതികരിച്ചെല്ലാം പടിയിടനടാ വിവരം കെട്ടവന്മാരെ. ഇനിയും നീയൊക്കെ മര്യാദയുടെ ഭാഷയും എന്നോട് സംസാരിച്ചിട്ട് വന്നാലുണ്ടല്ലോ വൃത്തികെട്ടവന്മാരെ. കാലത്തിനൊത്തൊക്കെ ചിന്തിക്കാൻ പടിയട ചെറ്റകളെ. കാലം പോയി പോക്ക് കണ്ടോടാ. എടാ, എല്ലാ രാജ്യത്തിനകത്തും ഇവന്മാർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. വിവരം കെട്ടവന്മാരെ, സകല രാജ്യത്തും ഇവന്മാർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇനിയും മൂട് താങ്ങിക്കൊണ്ട് ഇവന്മാർ പറയുന്നതും കേട്ട് മിണ്ടാതെയും ഇരുന്നുകൊണ്ടിരുന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ അമ്മയും പങ്ങളും പച്ചക്കിട്ട് ഇസ്രായേൽ ചെയ്തതിന്റെ വേറൊരു വേർഷൻ നടക്കും. അന്നൊക്കെ നീയൊക്കെ കൂട്ടിക്കൊടുക്കപ്പന്മാരമായിട്ട് ഇരിക്കേണ്ട ഗതികേട് നിനക്കൊക്കെ ഉണ്ടാകും ചെറ്റകളെ. എന്താ ഞാൻ പറയുന്നതിന്റെ വിവരം പോലും മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് എന്തിനാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, എന്തിനാണ് ഞാൻ തിരിച്ച് പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കി ജീവിക്കും നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല.
എന്താണ് ജബോർ? എനിക്ക് മനസ്സിലായില്ല. ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ എന്റെ മകനെ അയച്ചു. ലോകത്തിനോ? ഏത് ലോകത്തിന്? ഇരുമ്പിനോ ചെമ്പിനോ? അതോ ഇസ്രായേൽ അയച്ച മിസൈലിനോ? അല്ല സോറി, ഇറാൻ ഇങ്ങോട്ട് അയച്ച മിസൈലിനോ? എടാ ഊളെ, റോയി ആൽബർട്ട് ലോയി, ലോകത്തിന് സമാധാന. നീ ഒരു കാര്യം ചെയ്യ, അച്ഛന്റെ ലോകം എടുത്ത് തലയിൽ കൂടി ഇട്ട് നീ ഇട്ടോണ്ടിരിക്കും ഊളെ. റോയി ആൽബർട്ട് റോയി, എന്റെ യേശു കർത്താവോ? ഏത് യേശു കർത്താവ്? ഓ, ഇവന് ഏതൊരു യേശു കർത്താവാണെന്ന് തോന്നുന്നു കേട്ടോ. നേരാവണ്ണം ദൈവത്തിന്റെ പേര് പോലും അറിയത്തില്ല. ഊള വന്നിട്ട് അവരുടെ തള്ളി മറിക്കുക. എന്റെ യേശു കർത്താവ് ഇതിലും അധികം സഹിച്ചത്. നീയേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കർത്താവിനെ കുറിച്ചാ നീ ഉദ്ദേശിച്ചെങ്കിൽ നിന്നെ പോലെ ഗുണ്ടനല്ല കർത്താവ്. കേട്ടട ഊളക്കുണ്ടായവനെ. ചാട്ടവാടെ ചെറ്റകളെ നല്ല ചാമ്പി കൊടുത്ത് നല്ല അന്തസ്സുള്ള ആണായിരുന്നു ഗുണ്ട. ആ ഗുണ്ട നിനക്ക് കർത്താവിന്റെ പേരൊന്നും പറയാനുള്ള യോഗ്യത ഒന്നുമില്ല. കേട്ടടാ ഗുണ്ട. റോയ് ആൽബർട്ട് റോയെ, എന്റെ യേശു കർത്താവ് ഇതൊക്കെ സഹിച്ചു. യേശു കർത്താവ് നല്ല വൃത്തിയാണോ ഉണ്ടല്ലോ. ചാട്ടവാടെ നിന്നെപ്പോഴും ഗുണ്ടന്മാരെ ചാമ്പിയതാടാ ഗുണ്ടനുണ്ടായവനെ. ഈ ഗുണ്ടനായിട്ടിരുന്നോട്ട് നീ കർത്താവിനെ കൂട്ടുപിടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഗുണ്ടൻ അവൻ ശംശാരിക്കും കർത്താവിന് കൂട്ടുപിടിക്കുന്ന ആളെ കൊള്ളാം ഗുണ്ടൻ. എടാ പൊടാ ഊളക്കുണ്ടായവനെ. നീ കൂട്ടുപിടിക്കുന്ന ആളുന്തരമൊക്കെ കണ്ട് കൂട്ടുപിടിയടാ. വൃത്തികെട്ടവനെ, ചേറ്റേ, കൊതം കൊടുത്ത് ജീവിക്കുന്ന ഗുണ്ടനാ വന്നിട്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നത്. കർത്താവ് നല്ല ഒന്നാം തരം ആണായിരുന്നടാ. ആണ്. നിന്നെപ്പോലെ ഗുണ്ടന്മാരായ ചെറ്റകള് കാണിച്ചു കൂട്ടിയ തോന്നിയവാസത്തിന് ചാട്ടവാറെടുത്ത് ആലയത്തിൽ കയറി ചാമ്പിയ കർത്താവിനെ നീ നിന്നെപ്പോലെ ഗുണ്ടനെ സമമാക്കി നീ സംസാരിക്കരുത്. കാലേവാരി നിലത്തടിക്കും ചെറ്റ്. 2 കാലും കൂടി കവിച്ച് വെച്ചിട്ട് നിന്റെ അണ്ടി വെട്ടിയെടുക്കും പന്നലെ. നീ കൂടുതൽ കയറി സംസാരിച്ചാ പിന്നെ അല്പമെങ്കിലും അണ്ടിയെങ്കിലും ബാക്കി. ഗുണ്ടനായിരിക്കുമ്പോൾ നിനക്കുള്ള അണ്ടിയെങ്കിലും ബാക്കി ഇച്ചിരി പോലെങ്കിലും കാണും, നരന്തണ്ടിയെങ്കിലും. അതും കൂടി ഞാൻ വെട്ടിയെടുത്താറുണ്ടല്ലോ ചേറ്റേ. നീ ആരെ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നേ പന്നലെ? നീ ഗുണ്ടനായിരുന്നിട്ട് നീ കർത്താവിനെ ഈ ചെറ്റുകളെ ഈ പെന്തക്കോസുകാരും ശിഖണ്ഡിക്കുണ്ടായ ആണും പെണ്ണും കേട്ട പുരോഹിതന്മാരെല്ലാം കൂട്ടുപിടിക്കുന്ന കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ടാ ബൈബിള്. എടാ കഴിവേറുകളെ, നിന്നെ പോലെയൊക്കെ ആയിരുന്നോടാ കർത്താവ്? തിരിച്ചു പ്രതികരിക്കാൻ കഴിവില്ലാത്തവ ശിഖണ്ഡിയായിരുന്നോ? ഗുണ്ടനായിരുന്നോ? എടാ ചേറ്റകളെ, തെമ്മാടിത്തരം തോന്നിവാസവും കാണിച്ചവന്മാരോട് ധീരതയോടെ നിന്ന് സംസാരിച്ച കർത്താവാ. അതിന്റെ പേരിലാ ക്രൂശി കയറേണ്ടി വന്ന. അല്ല നിന്നെപ്പോലെ ഗുണ്ടനായിരുന്നിട്ടല്ല. ചേറ്റകളെ, തിരിച്ചു ചോദിച്ചതിന്റെ പേരിലും ഇവിടെ കിടക്കുന്ന ആഭാസവും ഇവിടെ കിടക്കുന്ന കർത്താവിന്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും എല്ലാം അന്തസ്സായിട്ട് നിന്ന് ഓണം നിന്നും ചോദിച്ച ചോദ്യത്തിന് വേണ്ടിയിട്ടാ കർത്താവിന് ക്രൂശി കയറേണ്ടി വന്നത്. ഊളക്കുണ്ടായവന്മാരെ, അല്ല നിന്നെപ്പോലെ ഗുണ്ടന്മാരായിരുന്നിട്ടല്ല. സമാധാനം അങ്ങ് കൊടുക്കണം പോലെ. നീ ആരെ കൂട്ടുപിടിച്ച് സംസാരിക്കുവാ? കൂട്ടുപിടിക്കാൻ പറ്റിയ ആളെ കൊള്ളാം. കർത്താവേ, നാണവമാനം ഉണ്ടോടാ ഗുണ്ടകളെ, ഗുണ്ടന്മാരെ? നിങ്ങളൊക്കെ കയറി വന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നിന്റെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ പെണ്ണുങ്ങളുടെ നൈറ്റിയും ഇട്ട് നടക്കുന്ന കോന്തായത്തന്മാര്, പാച്ചറമാണെങ്കിലാണെങ്കിൽ താടിയും മീശയും വടിച്ച് കളഞ്ഞ ശിഖണ്ഡികള്, അവന്മാര് പെണ്ണുങ്ങളുടെ ചുരിദാറും ഇട്ടാ നടക്കുന്നത്, ജുബ്ബായ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ആണും പെണ്ണും കേട്ട ശിഖണ്ഡികളായിരിക്കുന്നവന്മാരൊക്കെ നീ ദൈവവചനം എടുത്തു വെച്ചിട്ട് വേണ്ടാധീനം പഠിപ്പിക്കുകയും നിങ്ങൾ കർത്താവിന്റെ വചനത്തെ തെറ്റായി പഠിപ്പിച്ചു കൊടുത്ത് നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ ഈ ശിഖണ്ഡികളാക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് കോന്തായത്തിലെ വർത്തമാനം എന്റെ അടുത്ത് ഒരു ഡയലോഗ് അടിക്കും. ഈ യെരുശലേമിന്റെ തെരുവുകളിലൂടെയാണ് എന്റെ കർത്താവ് നടന്ന് ധീരമായി സംസാരിച്ച് മുന്നോട്ട് പോയത്. ഈ യെരുശലേമിലെ തെരുവുകളിലൂടെയാണ് എന്റെ കർത്താവ് അന്ന് കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകളും കർത്താവിന്റെ ദൈവവചനത്തെ വിറ്റ് കാശാക്കിയവന്മാരും കർത്താവിന്റെ വചനം എടുത്തുകൊണ്ട് പോയിട്ട് പഠിപ്പിച്ചതെല്ലാം തെറ്റായി പഠിപ്പിക്കുകയൊക്കെ ചെയ്തവന്മാർക്കെതിരെ ശക്തമായി സംസാരിച്ചതിന്റെ പേരിലാണ് കർത്താവിനെ ക്രൂശിക്കാൻ വരെ കൊണ്ടുപോയത്. അല്ലാതെ കർത്താവ് ഓച്ചാനിച്ച് എല്ലാവന്മാരുടെ മുമ്പിൽ തല കാണിച്ചു കൊടുത്ത് നിന്നതിന്റെ പേരിലല്ല. തെറ്റ് ചെയ്തവന്മാരോട് ചോദിക്കേണ്ട രീതിയിൽ കർത്താവ് തിരിഞ്ഞു ചോദിച്ചതിന്റെ പേരിലാ. നാണം കെട്ടവന്മാരെ, ഇനിയെങ്കിലും മനസ്സിലായനടാ. അവിടെ ആണുള്ള ചങ്കൂറ്റവും ഉള്ളവരായിട്ടൊക്കെ മാറടാ. ആ കർത്താവിനെ വിളിക്കുന്നെങ്കിൽ അതിന്റെ അല്പമെങ്കിലും ചങ്കൂറ്റം കാണി ഊളകളെ. എന്റെ കർത്താവ് എന്താ പറഞ്ഞറിയാവോ? പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലായിട്ട് നിങ്ങൾ പോയപ്പോഴത്തേക്കും നിങ്ങൾ സുവിശേഷവുമായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ കയ്യില് മടിശീല കരുതിയില്ല,
നിങ്ങൾ വസ്ത്രം കരുതിയില്ല, ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് വല്ല മുട്ടും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ മടിശീല കരുതിക്കൊള്ളുവിൻ, വാളില്ലാത്തവൻ വസ്ത്രം വിറ്റ് വാള് വാങ്ങട്ടെ എന്നാ പറഞ്ഞത്. കാരണം ഇനിയുള്ള നാളുകളുടെ പ്രത്യേകത, കാലത്തിനനുസരിച്ച് മനുഷ്യരെ അവരെ പഠിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ഊളകൾക്കുണ്ടായവന്മാരെ വസ്ത്രം വിറ്റ് വാള് കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ വസ്ത്രം വിറ്റ് വാള് കൊള്ളാൻ പറഞ്ഞത്? പത്രോസ് അപ്പോൾ ചോദിച്ചു, കർത്താവ് ഇവിടെ 2 വാളുണ്ട്. അപ്പൊ പറഞ്ഞു, എന്നാ അത് മതി എന്ന് പറഞ്ഞു. ആ വാളും എടുത്താ പത്രോസ് നടന്നത്. അല്ലാതെ കർത്താവ് അവിടെ വാള് കിടന്നപ്പോ കർത്താവ് എന്നാ മോനെ ഞാൻ വെറുതെ തമാശയ്ക്ക് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ ഡയലോഗ് ഇട്ടതാ, അല്ലാതെ എടുത്ത് കൈ വെക്കാനല്ല. അതുകൊണ്ട് നീ എടുക്കണ്ടെന്നല്ല പറഞ്ഞത്, എടുത്തോന്നാ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ പത്രോസ് ആ വാളും എടുത്തോണ്ടാ പോയത്. അവിടെ ചെല്ലുമ്പോഴാണ് മൽക്കോസ് എന്ന് പറയുന്ന ആ ഒരു പടയാളി വന്ന് കർത്താവിനെ പിടിക്കാൻ വരുന്നു പറഞ്ഞപ്പോൾ പത്രോസ് ആ മൽക്കോസിന്റെ ചെവി വെട്ടുകയാ ചെയ്തത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ വാൾ ഉറയിലിടുക, ഇതല്ല വാളെടുക്കേണ്ട സമയം, അവന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. ആ പടൻ വന്ന് എന്നെ പിടിക്കേണ്ടത് റോമാ പൗരന്മാർ, റോമാ സാമ്രാജ്യം അവന് കൊടുത്ത ഡ്യൂട്ടിയാ ചെയ്തത്. അതിന് നിങ്ങൾ വാളെടുത്ത് വെട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നിന്റെ വാൾ ഉറയിലിടുക എന്ന് കർത്താവ് പറഞ്ഞു. വാളെടുത്തവൻ വാളാൽ. അപ്പൊ എങ്ങനെയാ? വാൾ എടുത്തോണ്ട് വരുന്നവന് നീ വാൾ കൊണ്ട് മറുപടി കൊടുക്കണമെന്നാ അതിനർത്ഥം, ചേറ്റകളെ. പക്ഷെ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്താ? വാളെടുത്തവൻ വാളാലേ, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. വാളെടുത്തവന് വാളുകൊണ്ട് മറുപടി കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലാ കർത്താവൻ വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞത്. അല്ലാതെ ചുമ്മാ വരുന്നവന് ഒരുത്തനെ കഴുത്ത് വെട്ടാനോ ചെവി വെട്ടാനോ അല്ല. വാളെടുത്തോണ്ട് വരുന്നവന് വാളുകൊണ്ട് നീ മറുപടി കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലാ കർത്താവ് വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ടാ പത്രോസിനോട് പറഞ്ഞ വാൾ ഉറയിലിടുക എന്നാ പറഞ്ഞത്. കർത്താവ് വാളെടുത്ത് കളയടാന്നല്ല പറഞ്ഞത്. കയ്യിൽ കൊണ്ട് നടക്കുന്ന പത്രോസിനോട് വാൾ ഉറയിലിടുക. വാളെടുത്തവൻ വാളാൽ, വാളെടുത്തോണ്ട് വരുന്നവനാ നീ വാൾ കൊണ്ട് മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ ചുമ്മാ എന്നെ പിടിക്കാൻ വേണ്ടി വന്ന അവനെ ഡ്യൂട്ടി ചെയ്യാൻ വന്നവന്റെ കഴുത്ത് ചെവി വെട്ടുകയല്ല പരിപാടി. അപ്പൊ കർത്താവിന് അറിയാൻ ഒരുത്തൻ വാളും കൊണ്ടുവരും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരുവനുണ്ട്, അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിനും മനുഷ്യരെ അന്യോന്യം കൊല്ലിക്കേണ്ടതിനും അവന് അധികാരം ലഭിച്ചു. അങ്ങനെ വാളും കൊണ്ട് ഒരുത്തം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർ തള്ളാകു കുക്കുംപറന്നും വിളിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നത്. കർത്താവ് മുന്നറിയിപ്പ് തന്നു, ഊളകളെ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കൊടുക്കുന്നു എന്ന നാഴിക വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് കർത്താവ് മുന്നമേ പറഞ്ഞു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു എന്ന നാഴിക വരാൻ പോവുകയാണ്. അതായത് മനുഷ്യനെ കൊന്ന് കഴുത്തിറത്ത് കൊല്ലുന്നവന്മാരെല്ലാം തള്ളാഹുവിന് ബലിയർപ്പിക്കുന്ന നാളുകൾ വരാൻ പോവുകയാണ്. തള്ളാഹുവിന് ഇത് യാഗമർപ്പിക്കുന്നു എന്ന രീതിയിൽ കൊല്ലാൻ പോകുന്ന നാള് വരാൻ പോകുന്നതാണ് മുന്നറിയിപ്പ് തന്നു. എടാ ഊളകളെ, പൊട്ടന്മാരെ, നിന്നെ പഠിപ്പിച്ച പാസ്റ്റർമാരും പുരോഹിതന്മാരും നിങ്ങളെ ശിഖണ്ഡിയാക്കി വെച്ചതിന് ഞാൻ കുറ്റക്കാരെയാകാൻ പറ്റുമോ? ആണായിട്ടൊക്കെ ജീവിക്കാൻ പഠിയടാ. നീ എന്റെയൊക്കെ ഭക്തി കാണിക്കേണ്ടത് ദൈവത്താടാ. ഇന്ന് മനുഷ്യർക്ക് ദൈവത്തോട് ഭക്തിയില്ല. മനുഷ്യർ ദൈവത്തെ പറ്റിക്കുന്നവന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. അവന്റെ സ്വകാര്യ ജീവിതം നിങ്ങൾ നോക്കിയേ, സ്വകാര്യ ജീവിതം കയറി നോക്കി. ഇവന്മാരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ എല്ലാ വൃത്തികേടും ആഭാസവും തോന്നിയവാസവും എല്ലാം കാണിക്കും. പക്ഷെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം വിശുദ്ധന്മാരുടെ കുഞ്ഞാടിന്റെ വേഷവും കെട്ടി നടക്കും. ഭക്തന്മാർ എന്ത് നല്ല മനുഷ്യനെന്ന് അറിയാമോ? വായെടുത്തവെന്നും പറയാം. അവന്റെ അതിർത്തി തർക്കം വരുമ്പോ അറിയാം. തമ്മിൽ നുണ പറയും, പരിഹാസം പറയും, വൃത്തികേടുകൾ പറയും, ഒളിച്ചും പാത്തും ദൈവത്തെ പേടിയില്ലാത്തവന്മാരും സാത്താനെയും മനുഷ്യരെയും പേടിക്കുകയും അവരുടെ ബഹുമാനം ഇച്ഛിക്കുകയും ചെയ്യുന്നവന്മാരും. പക്ഷെ കർത്താവിന്റെ വചനം എന്താ പറയുന്നറിയാമോ? ഞാൻ മനുഷ്യരിൽ നിന്നും ബഹുമാനം ഇച്ഛിക്കുന്നില്ല, ദൈവത്തിന്റെ ബഹുമാനമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ആരും എനിക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട. റീനയ്ക്ക് നിങ്ങൾ ആരും കയറി ഭയങ്കര വിശുദ്ധയെന്നോ ഭയങ്കര മാന്യമുള്ളവളെന്നോ നിങ്ങൾ ആരും എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ടും എനിക്കിവിടെ വലിയ കോടികളൊന്നും സമ്പാദിക്കാൻ പോണില്ല. എനിക്ക് എന്റെ ജീവിതം നയിക്കാൻ നല്ല വൃത്തിയാണം അറിയാം. തിരിച്ചു കൊടുക്കേണ്ടടുത്ത് ഞാൻ പ്രതിരോധിച്ചു കൊടുത്തും ഞാൻ പഠിച്ചും തന്നെ ഞാൻ വളരാൻ പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഞാൻ വളരും. അല്ലാതെ ഞാൻ ഊളയെ പോലെ എന്റെ മക്കളെ പഠിപ്പിച്ചാലും ശരി, എനിക്ക് സ്നേഹിതരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും ശരി, നിങ്ങളോട് ആഭാസത്തരവും വേണ്ടാധീനവും കാണിക്കാൻ വരുന്നവനെ കാലേ മുടക്കി അവന്റെ അണ്ടി അടിച്ച് പൊട്ടിക്കണമെന്നേ ഞാൻ പഠിപ്പിച്ചു വിടത്തോളൂ എന്റെ മക്കളെ. പെൺമക്കളെ വളർത്തുമ്പോൾ അങ്ങനെ പറഞ്ഞ് ധീരതയോടെ വളർത്തു സമൂഹമേ. നിന്റെ മക്കൾ തിരിഞ്ഞു ചോദിക്കട്ടെ. നിങ്ങളുടെ മക്കൾ തിരിഞ്ഞു ചോദിക്കുന്നത് നിങ്ങൾ തെറി പറഞ്ഞ് ചുമ്മാ വായിത്തോന്ന തെറികൾ മാത്രം ജീവിതത്തിൽ പഠിച്ചു വെച്ച് വളരാനല്ല ഞാൻ പറയുന്നത്. പ്രതിരോധത്തിനായിട്ട് ഇത് ആവശ്യമാണ്.
വാളാണ് പ്രതിരോധത്തെങ്കിൽ വാളെടുത്ത് തന്നെയാണ് വെട്ടേണ്ടത്. നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്റെ അപ്പനെയും അമ്മയും വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നീ കണ്ടു രസിച്ചു, കർത്താവേ സ്വാത്രം കർത്താവ് രക്ഷിക്കണേന്ന് പറഞ്ഞിരിക്കുവോ? കൈ കിട്ടുന്നിടത്ത് വെച്ച് അടിച്ചവന് മണ്ടടിച്ച് പൊട്ടിക്ക. അതാ ചെയ്യേണ്ടത്. എടാ, നിന്റെ കയ്യിലല്ലേ തന്നിരിക്കുന്ന നിന്റെ അമ്മയെയും നിന്റെ സഹോദരനെയും സഹോദരിയെയും നിന്റെ മകളുടെയും മാനമൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയല്ലേ നിങ്ങൾ ധീരതയിൽ വളർത്തേണ്ടത്. മക്കളെ എന്തിനാ കരാട്ടെ പഠിപ്പിക്കുന്നത്? മക്കളെ കരാട്ടെ പഠിപ്പിക്കുന്ന 24 മണിക്ക് റോട്ടിൽ പോയി നിന്നിട്ട് ഗുംബു ടൂ 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 എന്ന് വെക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പ്രതിരോധത്തിന്റെ സമയം വരുമ്പോഴത്തേക്കും അത് മർമ്മത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ വഴികളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കരാട്ടെ പഠിച്ചിരിക്കുന്നവന്റെ അടുത്ത് ഒരുത്തം വാളുമായിട്ടാ വന്നെങ്കിൽ അവന് കരാട്ടയുടെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവൻ വാള എടുക്കുന്നെങ്കിൽ ആ സമയത്ത് അവന് കിട്ടുന്ന ആയുധം വെച്ചേ അടിക്കാൻ പറ്റുള്ളൂ. അല്ല, കരാട്ടയുടെ ആക്ഷൻ അല്ലല്ലോ വാളെടുത്തോണ്ട് കാണിക്കാൻ പറ്റുക. കരാട്ടെ പഠിക്കുന്നത് ബലം കിട്ടാൻ വേണ്ടിയിട്ടാ. കരാട്ടെ പഠിക്കുന്നത് ബലം കിട്ടാൻ വേണ്ടിയിട്ടാ. ഇന്നത്തെ കാലഘട്ടത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോ. നിങ്ങൾക്ക് ജീവിക്കണോ? ലോകം യുവമാരുടെ കൈവെള്ളയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ. നമുക്ക് പ്രതിരോധത്തിന് നമുക്ക് ആവശ്യമുണ്ട്. ബലം ധരിക്കേണ്ടതുണ്ട്, ശക്തി ധരിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കുമൊക്കെ ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. നിങ്ങൾ ആഭാസമുള്ളവരായും തെറി പറയുന്നവരുമായിട്ട് ജീവിത ശൈലിയിൽ വളരാനല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചുമ്മാ വഴി പോകുന്നവരെയും എന്റെ ജീവിത ശൈലിയാക്കി കൊണ്ട് തെറി പറയുന്നത്. എന്നോട് തെറിയാണ് ആയുധമായി ഉപയോഗിക്കുന്നെങ്കിൽ അതേ ആയുധത്തിൽ തിരിച്ചടിക്കും. ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്ന് വെച്ചാൽ അടിച്ചിരിക്കും. അത് നിങ്ങളുടെ മക്കളാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി. എന്നാലേ നമ്മളെ പേടി കാണത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. നിങ്ങൾ എന്തിനെ പേടിച്ചിട്ടായി ഓച്ചാനിച്ച് നിൽക്കുന്നേ? നിങ്ങൾക്ക് നാട്ടുകാർ ഭയങ്കര സർട്ടിഫിക്കറ്റ് തറയിൽ തൂക്കി തരും അല്ലേ? നിങ്ങൾക്ക് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതല്ലേ ഇതിനേക്കാളൊക്കെ വലുത്? എടാ, തെരുവിൽ കിടക്കുന്ന ഇങ്ങനെ വളർന്നാലുണ്ടല്ലോ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇങ്ങനെ വളർത്തിയെടുത്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ അയ്യോ മക്കളെ നമ്മൾ അങ്ങനെയൊന്നും പറയരുത് മക്കളെ, അയ്യോ നമ്മളെ എന്ത് വേണമെങ്കിലും തെറി വിളിച്ചിട്ട് പോട്ടെ, നമ്മുടെ മാനമ്മമാർ ചോദിച്ചിട്ട് പോട്ടെ, അമ്മയുടെ കൂടെ കിടക്കുന്നോ കൊതം ചോദിക്കുകയോ ബൂറ് ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചോദിച്ചിട്ട് പോട്ടെ, മക്കളെ ഒന്നും പറയേണ്ട മക്കളെ. ഇങ്ങനെ നീയൊക്കെ വളർത്തിയെടുത്താലുണ്ടോ നിന്റെ മക്കൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നറിയാമോ? എവിടെയെങ്കിലും തെരുവിലിട്ട് കുഞ്ഞുങ്ങളുടെ വസ്ത്രം ഊരിക്കളഞ്ഞ് അവന്മാര് നഗ്നരാക്കി കളയുമ്പോൾ കുഞ്ഞുങ്ങൾ അയ്യോ 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 എന്നിട്ട് നീ ഓടി എവിടെയെങ്കിലും പോയി തുണിയെടുത്ത് മൂടാൻ വേണ്ടിയിട്ട് നടന്ന് പെപ്രാളപ്പെടും. അങ്ങനെയല്ല. വസ്ത്രം അഴിച്ചിട്ട് പബ്ലിക്കിൽ നിന്നാലും ഈ ശരീരത്തെ ഓർത്ത് ഭാരപ്പെടാതെ മക്കളെ, ആ സമയത്തും കൈ കിട്ടുന്നവന്റെ ആണ്ടി അടിച്ചു പൊട്ടിച്ച് അവനെ കൊന്നു തീർക്കാനുള്ള തന്റെ ഇടവും ധൈര്യവും എടുക്കേണ്ട. അല്ലാതെ ആ നേരം വസ്ത്രത്തിന് വേണ്ടി ഓടുകയല്ല ചെയ്യുന്നത്. എടാ, തെരുവിൽ നിന്റെ മക്കളുടെ പെൺമക്കളുടെ വസ്ത്രം അഴിച്ചിട്ട് കഴിഞ്ഞാൽ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ടല്ല നീ ഓടേണ്ടത്, നിന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയവന്റെ തല ആ സമയത്ത് നീ എടുത്തു മാറ്റണം. അങ്ങനെയാ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? നിന്റെ വസ്ത്രം അഴിച്ചു മാറ്റവന്റെ മുറിയണ്ടി ചവിട്ടിക്കളയണം. അങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കേണ്ട മക്കൾക്ക്. അല്ലാതെ ആ സമയത്ത് എന്റെ വസ്ത്രം എടുത്തുപോയി. വസ്ത്രത്തെക്കാളും നിന്റെ മാനത്തിന് വില ഉണ്ട്. അല്ലാതെ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് ബലാത്സംഗം ചെയ്യാൻ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. നീ വസ്ത്രം തിരക്കുന്ന നേരം നോക്കി നിന്നെ എടുത്തിട്ട് അവൻ ബലാത്സംഗം ചെയ്യും. അതിനേക്കാളും ഭേദമല്ലേ അവന്റെ അണ്ടി അടിച്ചു പൊട്ടിക്കുന്നത്? പിന്നെ അവൻ എന്തോന്ന് സാധനം വെച്ചിട്ട് അവൻ കൂന്ത്രാണ്ടം ഉണ്ടാക്കും. മുഹമ്മദ് കുട്ടി ഇന്നലെ നിനക്ക് കുറെ തന്നതാ. എനിക്ക് നിനക്ക് സംസാരിച്ചുകൊണ്ട് സമയം കളയാൻ നേരമില്ല. മുഹമ്മദ് കുട്ടി, നിന്നെ കണ്ടം വഴിക്ക് ഇന്നലെ ഞാൻ അടിച്ചു ഓടിച്ചതാ. ഇനി നിനക്ക് മാത്രം മറുപടി തന്നുകൊണ്ടിരുന്നിട്ട് എനിക്ക് സമയമില്ല. അടി കൊണ്ടവന്മാർക്ക് മറുപടി ഞാൻ കൊടുക്കുന്നില്ല. അടി കൊണ്ടിട്ടും പിന്നെയും വന്നിട്ട് ലെക്ചർ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കിടന്നാൽ എപ്പുറത്ത് മാറിയിരുന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പോയിരുന്ന് കറ അപ്പുറത്തിരുന്നിട്ട് ഞാൻ അടി തന്നതാ നിനക്ക്. കണ്ടം വഴി നിന്നെ മുഹമ്മദ് കുട്ടിയെ ഞാൻ ഇന്നലെ ഏറി കയറ്റിയതാ. എന്നിട്ട് ഇന്നും വന്നിരുന്ന് എന്റെ സമയം കളയാൻ മെനക്കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വരരുത് കയറി. മനസ്സിലായോ? അങ്ങനെയൊക്കെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചെടുക്ക്. അങ്ങനെയൊക്കെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്ക്. അമ്മമാർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്ക്. ധൈര്യമുള്ളവരാക്കി വളർത്ത്. നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ വിശ്വാസവും ദൈവത്തെ കാണിച്ചാൽ മതി. നിങ്ങളുടെ ദൈവം ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എന്തിനാണ് തിരിച്ച് സംസാരിച്ചെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടല്ലോ. ആ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭക്തി കണ്ടാൽ മതി.
ടിപ്പു സുൽത്താനെ കമന്റ് ബോക്സ്, ഉസ്താദിന്റെ കമന്റ് ബോക്സിൽ കൊണ്ടുപോയി ടിപ്പു സുൽത്താൻ കമന്റ് തട്ടി മറിച്ചാൽ മതി. ആദ്യം നീ സ്വന്തം ഐഡിയിൽ വന്ന് കമന്റ് ഇട്, എന്നിട്ട് നിന്റെ കമന്റ് എന്റെ പേജിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കാൻ അവകാശം തരാം, അനുവാദം തരാം. നിനക്ക് സ്വന്തം ഒരു ബാപ്പയൊക്കെ ഉണ്ടെങ്കിൽ ആ ബാപ്പയുടെ പേരിൽ ബസ്, ടിപ്പു സുൽത്താന്റെ പേരിൽ നീ വരണ്ട കേട്ടോ. ചെല്ല്, ഉസ്താദിന്റെ മൂലത്തിൽ കൊണ്ടുപോയി നിന്റെ കമന്റ് കൂടെ തട്ട്. എന്റെ പേജിൽ നിന്റെ കമന്റ് ഇവിടെ തട്ടണ്ട കേട്ടോ. നീ ഒറിജിനൽ ഐഡിയിലാണെങ്കിൽ നിന്റെ കമന്റ് ഇവിടെ കിടന്നേനെയായിരുന്നു. നീ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് നിന്റെ കമന്റ് തള്ളി മറിക്കാനാണെങ്കിൽ അത് ഉസ്താദിന്റെ മൂലത്തിൽ കൊണ്ട് കൊടുത്താൽ മതി നിന്റെ കമന്റ്. മനസ്സിലായോ? അങ്ങനെ പിന്നെ ഫേക്ക് ഐഡികൾക്ക് കമന്റ് കൊടുത്ത് സമയം കളയാൻ എൻ്റെ പേജിലുള്ളവർക്കും സമയമില്ല, എനിക്കും സമയമില്ല. ഒറിജിനൽ ഐഡിയിലൊക്കെ നീ വാ, നിനക്കൊക്കെ കമന്റ് ഇടാൻ എൻ്റെ പേജിൽ ഞാൻ അവസരം തരാം. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ബലമുള്ളവരായി ശക്തി ധരിച്ച് സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും പോരാട്ട് കഴിക്ക്. ഇതിപ്പം സമയം, ഇത് തണുപ്പ് കാലമാണ്. ഞാനൊരു 6 മാസക്കാലം സമ്മർ സീസൺ ആയിരുന്നു. ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുണ്ടായിരുന്നു, സമ്മറിന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ. ഈ തണുപ്പ് സമയത്തും അതേ വസ്ത്രങ്ങൾ ധരിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചൂടറിയുന്നത്. ഞാൻ നേരെ വേണം ചുമ്മാ ലൈവ് ചെയ്യാതെ ചുമ്മാ നടന്നിരുന്നെങ്കിൽ എനിക്ക് തണുപ്പറിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ജാക്കറ്റ് കരുതിയിരിക്കുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ പഠി. കാലത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പഠിക്ക്. അല്ലാതെ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചില്ലെങ്കിലുണ്ടല്ലോ ഊളകളായിരിക്കും നിങ്ങൾ. യൂത്ത് ഹേ വൗ ഹേ എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവത്തെ വിളിക്കുന്ന ഓരോരുത്തരും ശിഖണ്ഡിയാകില്ല, ഞാൻ ഉറപ്പ് പറയുക. പക്ഷെ ഈ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ വിളിക്കുന്നവന്മാരെല്ലാം ശിഖണ്ഡികളായി മാറും. വ്യത്യാസം അതാണ്. ക്രിസ്ത്യാനി ഊളകള് ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കാര്യമറിയാതെ നേരത്തെ ഒരുത്തം കമന്റ് ഇട്ടാണ്ടില്ലേ, എൻ്റെ യേശു കർത്താവ് എന്തെല്ലാം സഹിച്ചു, അതുകൊണ്ട് ഞാനും ഗുണ്ടനായിരുന്നുകൊണ്ട് ഇതെല്ലാം സഹിച്ചോളാന്ന്. ചേറ്റ എടാ, യൂത്ത് ഹേ വൗ ഹേ എന്ന് പറയുന്ന സൈന്യങ്ങളുടെ ദൈവമായ അദോനായ് എന്നുള്ള ദൈവത്തെ വിളിച്ച ഇസ്രായേലിന്റെ മക്കളൊന്നും ഇങ്ങനെ ശിഖണ്ഡികളാകത്തില്ല. കണ്ടോ? ഇതാണ് യാഫോ ഗേറ്റ്, സുന്ദരം എന്നുള്ള ദേവാതില്. തൊദാബ ഈ മനോഹര ദേശത്ത് സത്യങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കാൻ ഇവന്മാർക്ക്, സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമം വായിക്കാറില്ലല്ലോ ഈ ഊളകള്. വെറുതെ പുസ്തകത്തെ അച്ചടിച്ച് വെച്ചിരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് 2 വാക്യം മാത്രം കടമെടുക്കും. ദശാംശവും സ്തോത്രക്കാഴ്ചയും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അരുൺ ആന്റണി, യഹോവ സാക്ഷി. ആര്? ഞാനോ? ഏത് യഹോവ സാക്ഷി? എടാ, വിവരം കെട്ടവന്മാരെ അതിന്റെ പേരെന്താണെന്നെങ്കിലും പറയടാ. ദൈവത്തിന്റെ പേര് യൂത്ത് ഹേ വൗ ഹേ നാടാ. യഹോവയും കുഹോവയെന്നൊന്നും അല്ല. ബൈബിൾ ട്രാൻസ്ലേഷന്മാർ യേശു എന്നും യഹോവ എന്നൊക്കെ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ഒറിജിനൽ പദങ്ങളൊക്കെ പേരുകളൊക്കെ പഠിക്കും നിങ്ങള്. മനസ്സിലായോ? ഞാനേ യഹൂദ സ്ത്രീയാ. ഞാൻ യൂത്ത് ഹേ വൗ ഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നവളാ. മനസ്സിലായോ? നിങ്ങൾ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ദൈവത്തെയും ക്രിസ്ത്യാനികളുടെ രീതിയെയും കൂടി എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ക്രിസ്ത്യാനികൾ പേര് പോലും അറിയാതെ കിടന്ന് വിളിക്കുകയാണ്. കർത്താവിന്റെ പേരെന്താണെന്ന് പോലും ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനി ട്രാൻസ്ലേഷനിൽ എഴുതി വെച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്നും ഈശോ എന്നും അവന് തോന്നുന്ന പേരുകൾ ഇട്ടങ്ങ് വിളിക്കുക. കർത്താവിന്റെ പേര് യഹോശുവഹ മശിയാഹ് എന്നാണ് പേര്. അതുപോലും അറിയാമോ ക്രിസ്ത്യാനിയെ നിനക്ക്? അതുപോലും നിന്റെ പാസ്റ്റർമാർ നിന്നെ പഠിപ്പിച്ചില്ലല്ലോ.
നിന്റെ പുരോഹിതന്മാർ നിന്നെ പഠിപ്പിച്ചില്ലല്ലോ. നീ വിളിക്കുന്ന ദൈവത്തിന്റെ പേര് പോലും അറിയാതെയാ നീ കിടന്ന് ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഈശോ എന്നാ കിടന്ന് വിളിക്കുന്നത്. നീ വിളിക്കുന്ന ദൈവത്തിന്റെ പേര് പോലും നിനക്കൊന്നും അറിയത്തില്ല. മനസ്സിലായോ? ഇനിയെങ്കിലും പേരെങ്കിലും പഠിക്കാൻ പഠിക്കുക. ദൈവത്തെ അന്വേഷിക്ക് ബുദ്ധിയുള്ളവനായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സുന്ദരമെന്ന നഗരമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര മനോഹരമായ പ്രദേശമാണ്. ഉണ്ടോ? ശബാത്തിന് യഹൂദന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോകുന്നത് അവര് ലാമതിലേക്ക്. Toda, 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 toda. ആർ ഡാനിയല് എന്നാടാ പൊട്ടെ? דוד מלך, מלך ישראל, דוד מלך ישראל חי וקיים. אוהו סימן, סימן טוב, אוהו מזל, מזל טוב. അബാ തോദാ. അഭിഷേക് SFC സുഡാപ്പികൾ നാടിന് ആപത്ത്. അത് ഏത് രാജ്യമായാലും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ കുറെ മതേതര മൂത്തവന്മാർക്ക് മനസ്സിലാകില്ലല്ലോ. മതത്തിന്റെ പേരിൽ നമ്മളോട് ചെയ്യുന്ന അനീതിയും ഇവന്മാർ വക്രബുദ്ധി ഉപയോഗിച്ച മതം നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നത്. നന്മമരമായിട്ട് ഇവന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പേരിലുള്ളവനെ കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു അജണ്ടയായിട്ട് കണ്ട് അവനെ അങ്ങ് തലയിൽ തൂക്കി വെക്കും. അതൊരു അജണ്ടയാണ്. അതൊന്നും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിയും ഹിന്ദു എന്ന് പറയുന്ന ഊളകൾക്ക് കഴിവില്ലാണ്ട് പോയെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിയും ഹിന്ദു എന്ന് പറയുന്ന ഊളകൾക്ക് കഴിവില്ലാണ്ട് പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ സഹോദരങ്ങളെ. മതം എന്ന് പറയുന്നത് ഇവന്മാര് എല്ലാ മേഖലകളിലും നമ്മളെ തീറ്റിക്കുകയാണ്. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ. നിങ്ങൾ കഴിക്കുന്ന ഹലാൽ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നതിനകത്ത് മുഴുവനും തുപ്പലുകളാണ്. മൂത്രം വരെ ഒഴിച്ചു കൊടുത്ത കേസുകെട്ട് നിങ്ങൾ കാണാത്തതാണ്. ഇതൊക്കെ കണ്ട കേസുകൾ എത്രയോ. കണ്ടോ? גם בך, משול. שבת שלום. ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, അവരുടെ എരിവും തീഷ്ണതയും
It's amazing. תודה רבה. Hey, wait, no. We're not holding nothing. Your turn. What? Come on. אתם רבים על כל חליפה. ആലും ഇങ്ങനത്തെ ഒരു സഹോദരന് I was holding it for 20 minutes. Someone else could take it. So. ഇതെന്ത് പേര് കുണ്ണക്ക ബിനോയ് ഫ്രാൻസിസ് നല്ല സംസ്കാര ഭാഷ. എന്തു പറ്റി ബിനോയ് ഫ്രാൻസിസേ? കൂടെ നിൽക്കുന്ന ഭാര്യ വല്ല കൊതം കൊടുക്കുന്നുണ്ടോ ഉസ്താദുമാർക്ക്? ഒരു മിനിറ്റ്, ബിനോയ് ഫ്രാൻസിസിന് എന്തോ പറയണോ നിന്നോട്? ഒരു മിനിറ്റ്. ബിനോയ് ഫ്രാൻസിസേ, എന്തു പറ്റി ബിനോയ് ഫ്രാൻസിസേ? കൂടെ നിൽക്കുന്ന ഭാര്യ വല്ല ഉസ്താദുമാർക്കും കൊതം കൊടുത്തോണ്ടിരിക്കുവാണോ? ആ പ്രൊഫൈലിനകത്ത് ഇരിക്കുന്നവള് ഉസ്താദുമാർക്ക് കൊതം കൊടുത്തോണ്ടിരിക്കുവാണോ ബിനോയ് ഫ്രാൻസിസേ? നിനക്ക് ഇഷ്ടപ്പെടാൻ ഈ ഭാഷ? ഷോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്ത് വേണം? കൊതത്തിന് പകരം വേറെ എന്തെങ്കിലും സാധനം വേണോ? പിന്നെ ഉസ്താദുമാരുടെ മുറിയണ്ടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും വേണോ നിനക്ക്? ബിനോയ് ഫ്രാൻസിസ്, ഭാര്യയുടെ കൊതത്തിന് അത്രയ്ക്കും വലിപ്പം കൂടുതലാണോ? ഓ, പറഞ്ഞ കണക്ക് ഉസ്താദുമാരെല്ലാം മാറിയും കയറിയും ഭാര്യയുടെ കൊതം പോകിച്ച് ഇപ്പൊ 2-3 കിലോയൊക്കെ സ്വർണം കടത്താനുള്ള പ്രാക്ടീസിൽ കൊതം വലുതായില്ലേ? ആണോ ബിനോയ് ഫ്രാൻസിസേ? അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? ഇറാനിലോട്ട് വിട്ട മിസൈൽ ഇവിടെ കിടപ്പുണ്ട്, ഉപ്പുകടലിന്റെ അടുത്ത് കിടപ്പുണ്ട്, ഡെഡ് സീയുടെ അടുത്ത്, ചാവുകടലിന്റെ അടുത്ത്. അതെടുത്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചു തന്നാ പോരെ? ഭാര്യയുടെ കടിയും നിന്റെ കടിയും തീരുവല്ലോടാ ബിനോയ് ഫ്രാൻസിസേ. എന്നാ സ്ഥലം കാര്യമാക്കി നിന്റെ സംസ്കാരവും കൂടി കൊണ്ട് നേരെ അങ്ങ് കടന്നേര് കേട്ടോ. കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ചിലപ്പോ ഭാര്യ കൊതം പൊട്ടി ചത്തുപോകും. മിസൈലാണ് കയറി വരുന്നത്. ഉസ്താദുമാരുടെ മുറിയണ്ടി മാത്രമല്ല, കൊതത്തിനകത്തോട്ട് മിസൈലും കൂടി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പിന്നീട് നാളെയും മറ്റന്നാളൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓട് കണ്ടം വഴി ചേറ്റയ്ക്കുണ്ടായവൻ. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെയൊക്കെ കോത്തായത്തിലെ വർത്തമാനവും കൊണ്ട് ഇറങ്ങി വരും ഇവരം കെട്ടവന്മാര്. സംസ്കാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കും. കഴിഞ്ഞ ദിവസം ഇത് കണക്കായിരുന്നു. ഒരു വാട്സപ്പിനകത്ത് കയറി വന്നിട്ട് പെന്തക്കോസുകാരനാ അവൻ. ഭയങ്കര സംസ്കാരം പറയാൻ വേണ്ടി കയറി വന്നതാ. നല്ല ഭാഷയെന്ന് പറഞ്ഞ് എടി വൃത്തികെട്ടവളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. നീ പെന്തക്കോസുകാരെ പറയിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പെന്തക്കോസുകാരെ പറയിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞവന്റെ ഭാഷ മാറി. ഇതൊക്കെയാണ് വിശുദ്ധന്മാരുടെ രീതി എന്ന് പറയുന്നത്. പറച്ചിലിനകത്ത് ഭയങ്കര വിശുദ്ധിയാണ്. അവിടെയൊക്കെ കയ്യിലിരിപ്പും ഉള്ളിരിപ്പും ഒക്കെ കാണണം. സമയത്തിന് അതൊക്കെ പ്രയോഗിക്കാൻ വൃത്തിയാണ് ഇവന്മാർക്കറിയാം. ഇസ്രായേൽ അബാ തദാ അയ്യോ തോദാ അബാ. എത്ര മനോഹരമായ ഗോൾഡൻ സിറ്റി യെരുശലേം. റോയൽ യട്രസ് കോങ്ങാട്. പേരെന്താ? റോയൽ എന്ത് പേരാ ഇത്? റോയൽ ഇയേഴ്സ് കോങ്ങാടോ? റോയൽ ടയേഴ്സ് കോങ്ങാട്. അതെന്ത് പേരാ? റോയൽ ടയേഴ്സ് കോങ്ങാട്. ഇങ്ങനെയൊന്നും പറയരുത്, എല്ലാവരും കേൾക്കുന്നു. ആണോ റോയൽ ടയേഴ്സേ? കുണുവാവയാണോ? ഇപ്പോഴായിട്ട് പേജ് കയറി വന്നതാണോ കുണുവാവ? എന്നാ ഒരു കുപ്പിപ്പാൽ എടുത്തോണ്ട് പോയി അവിടെ പോയി കുടിച്ചു കിടന്ന് ഉറങ്ങി. സമയം കഴിഞ്ഞു. ചെല്ല്,
രാത്രി ഒരുപാട് നേരമായി. റോയൽ ടയർ സാജ് കോങ്ങാടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ പിന്നെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മക്കൾ ചെല്ല് ഒരു പാൽക്കുപ്പിക്കകത്ത് കുറച്ച് പാലും എടുത്തോണ്ട് പോയിട്ട് കട്ടലിൽ പോയി മാറിക്കിടന്ന് കിടന്ന് ഉറങ്ങ് ചെല്ല്. കൊച്ചു പിള്ളേർ ഇത് കേൾക്കാൻ വരരുത്. കുണുവാവകൾക്ക് കയറി വന്ന് കേൾക്കാനുള്ള പേജല്ല ഈ പേജ്. പറഞ്ഞ മനസ്സിലായോ? പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ടതാണ് ഈ പേജ്. സൗരങ്ങൾ നോക്കിയേ, ഈ മനോഹര സിറ്റി കണ്ടോ? ഇതാണ് യെരുശലേം എന്ന് പറയുന്ന കർത്താവിൻ്റെ വിശുദ്ധ നഗരം. ഈ യെരുശലേമിൻ്റെ നഗരത്തിൻ്റെ മനോഹര കാഴ്ച എന്ന് പറയുന്നത് എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ നാഥൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ നാഥൻ നിങ്ങൾ എന്തിനാണോ ദയവ് ചെയ്ത് ഇങ്ങനെ കമന്റുകളിട്ട് അടിവേടിക്കാൻ വരുന്നത് എന്നോട്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പഠിച്ചു വെച്ച പാഠം അത് എന്നെ പഠിപ്പിക്കാൻ വന്ന നടക്കുന്ന കാര്യമാണോ? നടക്കത്തില്ല. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ വായി കൊടുത്ത് അടിവേടിക്കുന്നത്? ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയെ മനസ്സിലാക്ക്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പല പേജുകളിൽ നിങ്ങൾ കമന്റ് ഇട്ട് ചിലപ്പോൾ ശീലിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പൊ കൈ ഇരുന്ന് കുരുക്കുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്നുള്ള രീതിയിൽ. ആ പേജുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സോഷ്യൽ മീഡിയ നടത്തുന്നതും അതിനൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസ പിരിക്കുക, കാശുണ്ടാക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ എൻ്റെ സോഷ്യൽ മീഡിയ പേജ് കാശുണ്ടാക്കുകയല്ല, സത്യം ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിയ സത്യങ്ങൾ മറ്റുള്ളവർക്ക് അരോചകമാകും. ഈ അരോചകമാകുന്ന സമയത്ത് ആ അരോചകമായി കാണുമ്പോൾ ഒന്നിൽ അവൻ തെറി വിളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ചെവി പൊത്തും. ഇത് രണ്ടുമായിരിക്കും നടക്കുന്നത്. ചെവി പൊത്തുന്നവൻ പൊത്തിക്കൊണ്ട് പോകട്ടെ എന്ന് ഞാനും വിചാരിക്കും. പക്ഷെ തെറി വിളിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്രിയ സത്യങ്ങൾ മാത്രമല്ല റീന പറയുന്നത്. പിന്നെ തെറി വിളിക്കുന്നവൻ ഒന്ന് രണ്ടാം വട്ടം ആലോചിക്കണം, റീനയെ വിളിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അതായത് ഇറാൻ ഇസ്രായേലിലോട്ട് മിസൈൽ അയച്ച സമയത്ത് ഇറാൻ അറിയാം ഇസ്രായേലിനെ കുറിച്ച്. അറിഞ്ഞിട്ടും ഇസ്രായേലിനെ ഒന്ന് ചൊറിയണമെന്ന് തോന്നിയപ്പോൾ മാന്തി കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അത് ഇസ്രായേൽ കൊടുക്കുമ്പോൾ പഠിച്ചോളും. ലബനോനെ ഒന്ന് തീർക്കട്ടെ, ലബനോണിലെ ഹിസ്ബുള്ളയെ ഒന്ന് തീർക്കട്ടെ. ഹമാസിനെ തീർത്തിട്ടാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ പണി കൊടുത്തത്. അതുപോലെ ഇറാനുള്ള പണി വരുന്നുണ്ട് അവറാച്ചാ, അത് ഇസ്രായേൽ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. എൻ്റെ പേജ് എന്താണെന്ന് മനസ്സിലാക്കുകയും ഞാൻ എന്താ സംസാരിക്കുന്നതെന്നുള്ളതും മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്ന കുറേ അപ്രിയ സത്യങ്ങളാണ്. അത് കേൾക്കുന്നവർക്ക് അരോചകം ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കാൻ ദാഹിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. ഹിന്ദുക്കളിലും ഉണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ സത്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കൊള്ളുന്നവർക്ക് എന്ത് ചെയ്യാൻ തോന്നും? എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. അതവര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ചങ്കൂറ്റമുള്ളവൻ എന്നെ പറഞ്ഞാൽ മതി. മനസ്സിലായോ? അല്ലാതെ കേട്ടിരിക്കാൻ ഞാൻ ആര്? നിന്റെയൊക്കെ വീട്ടിലെ ഭാര്യയെയും നിന്റെയൊക്കെ അമ്മയെയും നിന്റെയൊക്കെ മകളെ പോലെയാണോ ഞാൻ? നിന്റെയൊക്കെ വീട്ടിലെ ഭാര്യയും നിന്റെയൊക്കെ അമ്മയും നിന്റെയൊക്കെ മകളും ഒക്കെ ചിലപ്പം നിന്റെയൊക്കെ ഭാര്യയും അമ്മേനെയൊക്കെ മറ്റതും മറിച്ചതും ഒക്കെ ചോദിച്ചാൽ നീയൊക്കെ ചിലപ്പം മിണ്ടാതിരിയെന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും, ഇല്ലെങ്കിൽ നീയൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ എന്നെ അങ്ങനെ കിട്ടത്തില്ലെന്നേ. അതിനിയെങ്കിലും മനസ്സിലാക്ക്. സുരേഷ് കുമാറെ മക്കള് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് കമന്റ് ഇടാൻ കേട്ടോ. സുനിൽ കുമാർ, സുനിൽ ഇവരെല്ലാവരും സ്വന്തം പ്രൊഫൈലുകളിൽ വരേണ്ടതാണ്. മണിക്കുട്ടൻ അതെ ലെബനന്റെ ഒരു ഭാഗം ഇപ്പൊ ഗാസ ആയിക്കൊണ്ടിരിക്കുക, തരിപ്പണം ആയിക്കൊണ്ടിരിക്കുക. ഇസ്രായേല് അരിച്ചു പറക്കും.
അതാ പറഞ്ഞ ആ വേര്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു മരമേ ഒന്ന് നട്ടു നോക്ക് വീട്ടില്. വെയിൽ എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ ആ മരം അതിലോട്ട് ചാരും, ആ വെയിൽ വെടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാരും. അതാണ് ആ മരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെയിൽ എങ്ങോട്ടാ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ മരം അങ്ങ് ചാരി കൊടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങള് എന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഞാൻ ഇസ്രായേലിനോട് ചാരി നിൽക്കുകയാണ്. കാട്ടൊലിവായ ഞാൻ നാട്ടൊലിവിനോട് ദൈവം ബഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നെ. ഇപ്പം ഇസ്രായേലിന്റെ അവകാശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ വലിച്ചെടുക്കുന്ന വെള്ളവും അതിനകത്തോട്ടേ ചായ്വ് വരത്തുള്ളൂ. അപ്പൊ അതിന്റെ ശക്തിയും അതിന്റെ കരുത്തും അതിന്റെ ഇതും ബലമൊക്കെ ഞാനും കാണിക്കും. അത് നിങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ എടുത്ത് സംസാരിക്കുന്ന കണക്കൊക്കെ എന്നോട് വന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഒരു യഹൂദ സ്ത്രീയോട് നീയൊക്കെ സംസാരിച്ച് നോക്ക്, ഒരു ആർമിയുടെ അടുത്ത് ഒരു കയറി നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്, വിവരം പഠിപ്പിക്കും. മനസ്സിലായോ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങടത്തും നിങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങടത്തും സംസാരിക്കുന്ന ആ ഒരു സംസ്കാര രീതി വന്നിട്ട് എന്നോട് വിളമ്പാൻ നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിലെ അയൺഡോമിന്റെ അടി നിങ്ങൾ ഇപ്പോൾ കേരളത്തിലിരുന്ന് ഫേസ്ബുക്കിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുകയല്ലേ? ഇവന്മാർക്ക് കാലുവാരിക്കൊടുത്ത് ഇസ്രായേലിൽ അടിക്കുന്ന അടി ഇറാനൊക്കെ നേരിട്ട് അനുഭവിക്കുക. ജിംബാസിൽ മാത്യു എന്താടാ ജിംബാസിൽ മാത്യു? നിന്റെ സംസ്കാരത്തെക്കാളും വല്ല മോശമുണ്ടോ? നിന്റെ ഭാര്യയെ കൊണ്ട് ഉസ്താദുമാർക്ക് കൊതം കൊടുക്കുന്ന നിന്റെ സംസ്കാരത്തെക്കാളും വല്ല മോശമെല്ലാം ഉണ്ടോ എന്റെ സംസ്കാരം? ആ പ്രൊഫൈലിൽ നിൽക്കുന്ന ഭാര്യയില്ലേ, അവള് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കുനിഞ്ഞിന്ന് ഉസ്താദുമാർക്ക് മലപ്പുറത്തും കോഴിക്കോടും കുനിഞ്ഞിന്ന് കൊതം കൊടുത്തോണ്ടിരിക്കുകയല്ലേ? ആ കൊതം കൊടുക്കുന്നവളുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും വല്ല കുഴപ്പവും വല്ലതുണ്ടോ? ജിംബാൽ മാത്യു പേര് കൊള്ളാല. ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ ജിംബലക്ക ജിംബൽ. ആരാടാ നിനക്ക് ഇങ്ങനെ പേരിട്ടത്? നിന്റെ അമ്മ വല്ല ജിംബലിനടുത്തും പോയോ നിന്നെ ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പേരിട്ട് തന്നെ. പേരെന്തുവാ? ജിംബാസിൽ മാത്യു. എടാ നിന്റെ അമ്മയെ ഉസ്താദിന് കൊതം കൊടുക്കുന്ന നേരമാണോ നിനക്ക് പേരിട്ട് തന്നത്? ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ. നിന്റെ ഭാര്യയുടെ ഊള സംസ്കാരം പോലെ അല്ലല്ലോ എന്റെ സംസ്കാരം. നിന്റെ ഭാര്യയ്ക്ക് കോഴിക്കോടും മലപ്പുറത്തും ഉസ്താദുമാർക്ക് കുനിഞ്ഞു നിന്ന് കൊതം കൊടുത്തോണ്ട് കൊതം വലിപ്പിക്കുന്ന വലുതാക്കി കൊടുക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്നവളില്ലേ, അവൾ കൊതം വീർപ്പിച്ച് കൊടുക്കുന്നത് പോലെയാണോ ഞാന്? ചിമ്പാൻസി മാത്യു. അതെ ചിമ്പാൻസി മാത്യു ആണോടാ ഊളെ? അതാണോ നിനക്ക് സംസ്കാരമായിട്ട് തോന്നിയേ? അതിനേക്കാളും മോശമായിട്ട് തോന്നിയോ എന്റെ സംസ്കാരം? ചിമ്പാൻസി മാത്യു. എമറാൾഡ് പേര് കൊടുത്തത് കൊള്ളാം എന്തായാലും, ചിമ്പാൻസി മാത്യു. മോന് ഇപ്പൊ കരയുന്നുണ്ടല്ലേ? നീ കമന്റ് ഇട്ട ചിരിച്ചോണ്ടല്ലേ കമന്റ് ഇട്ടേ? ഇപ്പൊ കരയുന്നുണ്ടല്ലേ? ഭാര്യയുടെ കൊതം നോക്കിയിരുന്ന് കരയുവാണോ? ജിംബാസിൽ മാത്യു കമന്റ് ഇട്ടയാ നല്ല സംസ്കാരം എന്ന് പറഞ്ഞ് ഇളിച്ചോണ്ടൊരു കമന്റ് ഇട്ടു. ഇപ്പൊ ഭാര്യയുടെ കൊതം നോക്കിയിരുന്ന് കരയുക. എത്ര ഉസ്താദുമാർക്ക് അടിഞ്ഞപ്പോ കൊടുത്തേന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സവാദ് BGM പൊടിയാണെന്ന് തട്ടിക്കള മോനെ, ചെല്ലേ. അല്ലെങ്കിൽ വാക്കിംഗ് ക്ലീനർ വെച്ച് തുടച്ചാലും മതി കേട്ടോ. നീ പൊടിയിലൊക്കെ കൊണ്ടൊതുക്കിയത് നിനക്ക് എന്തായാലും നന്നായി. ഈ പൊടിയിലൊക്കെ കൊണ്ടൊതുക്കിയത് എന്തായാലും നന്നായി. ജിംബാസിൽ മാത്യു ഇറങ്ങിയിരിക്കുവാ. വിശുദ്ധന്മാര് ഊളയ്ക്കുണ്ടായവന്മാരുടെ പോടാ 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 ശിഖണ്ഡികളെ, മഴക്കഴുതകളെ. ശിഖണ്ഡികളെ, മരക്കഴുതുകളെ, നിന്നോടൊക്കെ എത്ര നേരം. എടാ നീയൊക്കെ ഭാര്യമാരെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഫോട്ടോയും ഇട്ടേ
പോസും കൊടുത്ത് ഫോട്ടോയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് പോരാ, നിന്റെ ഭാര്യമാരുടെ കൊതം തിരക്കി വരുന്നവന്മാരെ അടിച്ച് ചാണകം വരുത്തിക്കാനുള്ള തന്റെ ഇടം കൂടി പഠിപ്പിച്ചിട്ടിരിക്കും. അല്ലെ സംസാരിക്കുന്ന എന്നോട് വന്നിട്ട് കൂടുതൽ വേലത്തിലിറക്കരുത് കേട്ടോ. ചേറ്റകളെ, കുറെ ക്രിസ്ത്യാനികൾ ഇറങ്ങിയിട്ടുണ്ട്. വല്ല കാര്യത്തോടു കൂടി അവൻ കമന്റ് ഇട്ടിട്ട് കിണിക്കാൻ നോക്കിയതാ, ഇപ്പൊ കരയുന്നുണ്ടല്ലോ. അപ്പൊ ഓർക്കണം, കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് നീയൊക്കെ വേലത്തിലിറക്കാൻ നിന്ന് കഴിഞ്ഞാലേ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ നിനക്ക് ചൊറിച്ചിലുണ്ടെങ്കിലേ അത് നിന്റെ ഭാര്യ എടുത്ത് പോയി ചൊറിഞ്ഞു കൊടുക്കണം. ഇങ്ങോട്ടല്ല ചൊറിയേണ്ടത്. ഇവരതൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ വിവരം കെട്ടവന്മാരെ. നീയൊക്കെ നിന്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ സംസാരിക്കുന്ന സംസ്കാരവും ഒന്നും എന്നോട് സംസാരിക്കരുത്. എന്നോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണം. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. നിന്റെയൊക്കെ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അടുത്ത പെണ്ണുങ്ങളടുത്ത് സംസാരിച്ചങ്ങ് ശീലമായി പോയി എല്ലാവന്മാർക്കും. തോതാ തോതാ. എത്ര മനോഹരമായ സുന്ദരമായ പ്രദേശമാണ്. എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര ഇത് ഓക്കെ. സൗരങ്ങളെ, ഞാൻ ലൈവ് കട്ട് ചെയ്യുക. ശബാത്ത് സന്തോഷത്തോടുകൂടി ഗംഭീരമാക്കുക, ധൈര്യമായിരിക്കുക. നിങ്ങളാണെന്നുള്ള തിരിച്ചറിവും ബോധത്തിലുണ്ടാകുക. മനുഷ്യരിൽ നിന്ന് ബഹുമാനം ഇച്ഛിക്കരുത്. ബഹുമാനമൊന്നും നിങ്ങൾക്ക് ബഹുമാനം തന്നിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. മനസ്സിലായോ? കണ്ണാകരൻ പിള്ള, പ്രായത്തെ ഓർത്ത് ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് വല്ല മറുപടിയും ഞാൻ തന്നു പോയപ്പോൾ നിങ്ങൾ കെട്ടിനാന്ന് ജാകേണ്ടി വരും കണ്ണാരൻ പിള്ളേ. മനസ്സിലായോ? അതുകൊണ്ട് കണ്ണാരൻപിള്ളൻ ചേട്ടാ, നിങ്ങളുടെ പ്രായം ഓർത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം കണ്ണാരൻപിള്ളൻ ചേട്ടൻ രാത്രിയായില്ലേ, പോയി കിടന്നുറങ്ങാം അപ്പൂപ്പാ. ഓക്കെ മക്കളെ, എല്ലാവർക്കും ശബാത്ത് ശലോം. അങ്ങനെ 3 ദിവസം നമ്മൾ അടുപ്പിച്ച് മെൽവിൻ ബ്രദറെ ശബാത്ത് ശലോം. എല്ലാവർക്കും ശബാത്ത് ശലോം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുദ്ധസമയം തന്നെയാണ്. ഫേസ്ബുക്കിലൂടെ നിങ്ങളൊക്കെ എങ്ങനെ യുദ്ധം പഠിക്കും? നിങ്ങൾക്ക് യുദ്ധം പഠിക്കണ്ടേ? ദൈവം പഠിപ്പിക്കുന്ന ഒരു അവസരം കൂടിയായി. ഇത് വല്ലപ്പോൾ കൂടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരകളെ കൊണ്ട് തന്നാലല്ലേ കെണി വെച്ച് കർത്താവ് പിടിപ്പിക്കും എന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് യുദ്ധം പഠിക്കണമെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യണം?
ഇത് പഠിക്കുകയാണ്, പോസ്റ്റ്മോർട്ടം പഠിക്കണം. വല്ല തവളയോ പന്നിയോ വല്ല ശവങ്ങളെയും കിട്ടിയാലല്ലേ പോസ്റ്റ്മോർട്ടം പഠിക്കാൻ വരത്തുള്ളൂ. അല്ലാതെ തിയറി പഠിച്ചിട്ട് കാര്യമുണ്ടോ? പ്രാക്ടിക്കലും വേണ്ടേ? അതിന് വല്ല ഊളകളെ ഇതുപോലെ കർത്താവ് തന്നെ കൊണ്ടിടുന്നതാ അടിച്ചു പഠിക്കാനായിട്ട്. അവരെ ചുറ്റും ശത്രുക്കളുടെ ഇടയിൽ അവരെ ദൈവം യുദ്ധം അഭ്യസിപ്പിച്ചു എന്നാ വചനം പറയുന്നത്. ശത്രുക്കളെ കർത്താവ് ചൊറിയാൻ പറഞ്ഞു വിടും, അവര് വന്ന് ചൊറിയും, ഇസ്രായേലിനെ അടിക്കാൻ പറയും. അങ്ങനെ മീൻപിടുത്തം എങ്ങനെയാണ്? ഇരയിട്ട് മീൻ പിടിക്കുക. ദൈവത്തിന്റെ ഒരു രീതിയാണ് യുദ്ധം അഭ്യസിപ്പിക്കുക ശത്രുക്കളുടെ ഇടയിൽ. അത് കണക്ക് ഈ ഫേസ്ബുക്ക് പേജിനകത്ത് വല്ലപ്പോൾ കൂടി ഓരോ ഇരകളെ കർത്താവ് കൊണ്ടുവന്ന് ഇടും, അടിച്ചു പഠിച്ചോന്ന് പറഞ്ഞിട്ട്. എന്നാലേ ശക്തിയും ബലവും ഒക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾ പ്രതിരോധം പഠിച്ചില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ശക്തിയും ബലവും ഒക്കെ കിട്ടും? അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കൂട്ടിക്കോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ശബാത്ത് ദിവസം. എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടോ? വളരെ ഒരു റോയൽ ലുക്കില്ലേ എൻ്റെ ഡ്രസ്സിന്? മൊത്തത്തിൽ കാണിക്കാനായിട്ട് കാണാൻ വരുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കും, ഒരു റോയൽ ലുക്കില്ലേ? ഓക്കെ, തോതാ തോതാ തോതാ. അപ്പോൾ എല്ലാവർക്കും ശബാത്ത് ശലോം. ഞാനൊന്ന് നടക്കട്ടെ. ഓക്കെ, നാളെ നമുക്ക് കാണാം. ചിലപ്പോൾ രാത്രിയിൽ ഞാൻ സൂമിൽ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഓക്കെ, കമ്മൽ സൂപ്പറിലെ ആണോ തോതാ? ഇതിന് മാച്ചായിട്ട് അതുമായിട്ടൊരു മാച്ച് പോലും ഞാൻ തോതാ റബ തോതാ തോതാ. തോതാ തോതാ റബ്ബ തോതാ തോതാ. ബാബു ബാബു തോതാ തോതാ തോതാ. ഒരു റോയൽ ലുക്ക്. ആമേൻ ആമേൻ തോതാ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ശബാത്ത് ദിവസം നേരുകയാണ്. വിജിത് മോനെ തോതാ. സുശീല ബാബു തോതാ റബ്ബ. അനീഷ് പാപ്പൻ തോതാ തോതാ തോതാ. ഇത് കൊള്ളാവും, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ സാധനം? ഇതെവിടെയായിട്ടിരിക്കുന്നത്? എനിക്ക് ഇവിടെ വെച്ച് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഓക്കെ. ആവാ തോതാ, ഇന്ന് സുന്ദരിയായിരിക്കുന്നു. തോതാ റബ്ബ തോതാ. ഷെർനൈസൊക്കെ തോതാ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. നിങ്ങളും എല്ലാവരും ദൈവകൃപയാൽ സുന്ദരി സുന്ദരന്മാർ തന്നെയാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ്. തോത എന്ന് പറഞ്ഞാൽ നന്ദി നന്ദി. തോത റബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു വെരി മച്ച്. തോത ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ നന്ദി എന്ന് പറയുന്നതാണ് തോത ആബ. മേഴ്സി ജോൺ തോത റബ്ബ തോത റബ്ബ തോത തോതാ 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 തോതാ. ആവാ തോതാ റബ്ബ തോതാ 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 റബ്ബ. കണ്ടോ, അവരും കോംപ്ലിമെന്റ് ചെയ്തു, സോ നൈസ് എന്ന്. തോതാ 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 തോതാ. ആവാ തോതാ റബ്ബ. വാവ്, യഹൂദ സ്ത്രീയും കോംപ്ലിമെന്റ് ഇതൊക്കെ തന്നിട്ട് പോയിരിക്കുക. കണ്ടോ, അങ്ങനെയൊന്നും യഹൂദന്മാർ വഴി വെച്ച് കണ്ടാലൊന്നും അവരങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ അവരെന്നെ പരിചയമില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് സമയത്ത് തന്നെ അവരും പറഞ്ഞു തോതാ റബ്ബ. എൻ്റെ വീട്ടിലുള്ളവർ ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു കേട്ടോ, കോംപ്ലിമെന്റ് ഒക്കെ തന്നു. ഭയങ്കര ഇന്നത്തെ ദിവസം ഭയങ്കര ലുക്ക്, കല്യാണത്തിനൊക്കെ പോകുന്ന കണക്ക് ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിമെന്റ് ഒക്കെ തന്നു. ഓക്കെ, എനിവേ ഒത്തിരി സന്തോഷം നിങ്ങളുമായിട്ട് ഒരു ശബാത്ത് ദിവസം പങ്കിടാനായിട്ട് കഴിഞ്ഞതിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളിലും അറിവുകളിലും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ലഹിത്രോത്ത്.